കടന്നു വന്നിരിക്കുന്ന എല്ലാവർക്കും ഞാൻ സമയം പ്രാരംഭത്തിൽ വിനിയോഗിക്കുന്നില്ല. എല്ലാവരെയും കർത്താവിന്റെ നാമത്തിൽ ആമേൻ വന്ദനം ചെയ്യുന്നു. തുടർന്ന് ഗാനങ്ങൾ പാടുവാനായിട്ട് ഖത്തർ ചാപ്റ്ററിന്റെ കൊയറിനെ ഞാൻ മുൻപോട്ട് ക്ഷണിക്കുകയാണ്. ഒന്നിച്ചു പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനിടയാകട്ടെ. നമ്മൾ എവിടായിരുന്നാലും അത് ആത്മനിറവും ആത്മശക്തിയും ബലവും ആമേൻ സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ വി വിൽ സിംഗ് ആൻഡ് പ്രൈസ് ദ പവർ ഓഫ് ഗോഡ്. നമ്മുടെ കർത്താവിന്റെ ശക്തിയെ വർണ്ണിക്കുവാൻ ഇന്ന് രാത്രിയിൽ എല്ലാവരെയും സഹായിക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടുകൂടി കൊയറിന് കൈമാറുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കേൾക്കാം. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ സന്നിധിയിൽ നമുക്ക് ഒരുമിച്ച് ഇത്രത്തോളം ആയിരിക്കാൻ കർത്താവ് ദൈവം കൃപ നൽകി ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇതയാൽ കർത്തർ പ്രാർത്ഥനാ ധ്വനി ചാപ്റ്ററിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഈ ഏകദിന കൺവെൻഷനെ ഓർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് കടന്നു വരുവാൻ ദൈവം ഇടയാക്കിയല്ലോ. നാം ആയിരിക്കുന്ന സ്ഥാനങ്ങളിലൊക്കെയും ഇരുന്നുകൊണ്ട് നമുക്ക് ദൈവത്തെ പാടി മഹത്വപ്പെടുത്തുവാനും അനുഗ്രഹപ്പെട്ട വചനങ്ങൾ ഇന്നത്തെ ഈ രാത്രികാലം കേൾക്കുവാനും ദൈവം ഇടയാകട്ടെ. കർത്താവിൻ്റെ വചനത്തിൽ ഇങ്ങനെ പറയുന്നു: അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു മീറ്റിംഗ് നമുക്ക് ഏവർക്കും ഒരു ആശ്വാസമായി തീരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആ ഒരു പ്രാർത്ഥനയോടെ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലായിരിക്കാം. നമ്മുടെ ആതങ്കങ്ങൾ തീർക്കുവാൻ, നമുക്ക് ആനന്ദമേകുവാൻ കർത്താവ് നമ്മെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു. മനോഹരമായ ഒരു ഗാനം, പഴയ ഗാനം നമുക്ക് പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന മുന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന മുന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ആതങ്കം നീക്കുവാൻ, ആനന്ദമേകുവാൻ, ആതങ്കം നീക്കുവാൻ, ആനന്ദമേകുവാൻ ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു, ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. മരിച്ചവരായിരുന്നു, നാട്ടം വച്ചിരുന്നു, അവനുയരേകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. ലാസർ മരിച്ചവനായിരുന്നു, നാട്ടം വച്ചിരുന്നു, അവനുയരേകിയ ദൈവശബ്ദം ഇന്നു നിന്നിൽ മുഴങ്ങിടട്ടെ. കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ, കല്ലറ തുറക്കട്ടെ, കെട്ടുകളഴിയട്ടെ. മരണബന്ധനങ്ങളെ വിട്ടുപോരും നീ, മരണബന്ധനങ്ങളെ വിട്ടുപോരും നീ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന മുന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ, മഹത്വരാജന മുന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. ദൈവസ്നേഹത്തിന്റെ ദർശനം നീ ക്രൂശിൽ കണ്ടിടുക, പാപമില്ലാത്തവൻ നിന്റെ പേർക്കായി ക്രൂശിൽ മരിച്ചുവല്ലോ. വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ, വീണ്ടെടുക്കുവാൻ നിൻവിലയേകുവാൻ ജീവരക്തമേകനായി ചൊരിഞ്ഞുവല്ലോ.
രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. പോലവരിന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ. വാഗ്ദത്തം പോലവരിന്നിവിടെ ആഗതനായിട്ടുണ്ട്. അകൃത്യമൊക്കെയും അനുതാപത്തോടേറ്റു പറയുവിൻ. പാപം പോക്കിടും നിൻ രോഗം നീക്കിടും. പാപം പോക്കിടും നിൻ രോഗം നീക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. ശുദ്ധനാക്കി നിന്നെ സ്വന്തം പുത്രനാക്കിടും. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവർ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവർ എഴുന്നള്ളിയിടട്ടെ. ആതങ്കം നീക്കുവാൻ ആനന്ദമേകുവാൻ. ആതങ്കം നീക്കുവാൻ ആനന്ദമേകുവാൻ. ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു. ആത്മനാഥൻ നിന്നെയും വിളിച്ചിടുന്നു. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. രക്ഷകനേശുവിൻ സന്നിധിയിൽ കടന്നു വന്നിടുവിൻ. മഹത്വരാജന നിന്നിലേക്കിന്നവൻ എഴുന്നള്ളിയിടട്ടെ. നമ്മളെ രക്ഷിച്ച രക്ഷകന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന് കർത്താവിനെ മഹത്വപ്പെടുത്തിക്കൊണ്ടിരിക്കാം. നമ്മുടെ ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവരെല്ലാം ആത്മാവിലും സത്യത്തിലും അവനെ ആരാധിക്കുന്നു. നമുക്കൊരുമിച്ച് പാടി ചേർന്ന് കരങ്ങളെ അടിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിന് സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകന് സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നിന്നതല്ല നാം ദൈവം നമ്മെ നിർത്തിയതാം. നേടിയതെല്ലാം ദൈവമെല്ലാം തന്നതല്ലേ. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. നടത്തിയ വിധങ്ങളെ ഓർത്തിടുമ്പോൾ നന്ദിയോടെ നാഥനു സ്തുതി പാടിടാം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം. ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ. ഇനിയും നടത്തണേ തിരുഹിതം പോൽ. സാധ്യതകളോ അസ്തമിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നു മാറിയപ്പോ. സാധ്യതകളോ
പരിതപിച്ചു പോയപ്പോൾ സോദരങ്ങളോ അകന്നു മാറിയപ്പോൾ സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. സ്നേഹം തന്നു വീണ്ടെടുത്ത യേശുനാഥൻ സകലത്തിനും ജയം തന്നുവല്ലോ. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇത്രത്തോളം ജയം തന്ന ദൈവത്തിനു സ്തോത്രം, ഇതുവരെ കരുതിയ രക്ഷകനു സ്തോത്രം. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഇനിയും കൃപ തോന്നി കരുതിടണേ, ഇനിയും നടത്തണേ തിരുഹിതം പോൽ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ജപിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ഉന്നത വിളിയാൽ വിളിച്ചു എന്നെ, ജപിച്ചത് ഉള്ളിൽ പോലും നിനച്ചതല്ല. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ദയതോന്നി എന്റെ മേൽ ചൊരിഞ്ഞതല്ലേ, ആയുസ്സെല്ലാം നിനക്കായി നൽകിടുന്നു. ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്, കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. കാലുകളേറെ കുറെ വഴുതിപ്പോയി, ഒരിക്കലും ഉയരില്ല എന്നു നിലച്ചു. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. എന്റെ നിലവുകൾ ദൈവം മാറ്റി എഴുതി,
കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഓ എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഓ എന്റെ നിരവുകൾ ദൈവം മാറ്റി എഴുതി, പിന്നെ കാൽ വഴുതുവാൻ ഇടവന്നില്ല. ഹല്ലേലൂയാ ഹല്ലേലൂയാ, നമ്മുടെ യേശു ജീവിക്കുന്നു. 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 ഹല്ലേലൂയ ഹല്ലേലൂയ, ജീവിക്കുന്ന കർത്താവേ ഹല്ലേലൂയ. ഒരുമിച്ച് ചേർന്ന് കർത്താവേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മളെ കരുതുന്ന, നമ്മളെ കാക്കുന്ന ആ കർത്താവിനെ ഹല്ലേലൂയ, നമുക്ക് ആശ്രയമായിട്ട് നമ്മുടെ മുന്നിലുള്ള ഹല്ലേലൂയ കർത്താവിനെ ഒരുമിച്ച് പാടി ദൈവത്തെ മഹത്വപ്പെടുത്താം. നമ്മുടെ കാൽ വഴുതുമെന്ന് പറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവേ യഹോവേ, നിന്റെ ദയ കർത്താവേ ഞങ്ങളെ താങ്ങി. കർത്താവിന്റെ ആ ദയ ഒന്ന് മാത്രമാണ് നമ്മളെ താങ്ങുന്നത്. ഹല്ലേലൂയ, അവൻ മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഹല്ലേലൂയ കർത്താവേ, ആശ്രയിപ്പാൻ അവൻ മാത്രം യോഗ്യൻ. ഹല്ലേലൂയ, ആ കരങ്ങളിൽ താണിരുന്നു കൊണ്ട് കർത്താവിനെ നമുക്ക് ഹല്ലേലൂയ കർത്താവേ സ്തുതിക്കാം. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഒരു പാട്ടിന്റെ ചില ഈരടികളൂടെ പാടുവാനുള്ള സമയമുണ്ട്. ഒരു 3 മിനിറ്റൂടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. എന്നെ കരുതും, എന്നെ പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നെ പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂവിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ നിഴലിൽ മറയ്ക്കും. എന്നെ കരുതും, എന്നും പുലർത്തും, എന്റെ ആവശ്യങ്ങൾ എല്ലാം അറിയും. ദുഃഖനാളിൽ കൈവിടാതെ തന്റെ ചിറകിൻ
നിഴലിൽ മറയ്ക്കും. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ആശ്രയിപ്പാൻ എനിക്കെന്നും സർവശക്തൻ കൂടെയുണ്ട്. തളരാതെ മരുഭൂമിയിൽ യാത്ര ചെയ്യും പ്രത്യാശയോടെ. ഹല്ലേലൂയ. കർത്താവിന് മഹത്വം. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ഗാനങ്ങൾ പാടി നമ്മുടെ ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം നമ്മെ സഹായിച്ചു. പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും മധ്യത്തിൽ ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് ജയം പാടുവാൻ, ഇത്രത്തോളം ദൈവം കൊണ്ടുവന്ന വിധങ്ങളെ ഓർത്ത് ദൈവത്തിന് ഇന്ന് രാത്രിയിൽ നന്ദി പറയുവാൻ ദൈവമായ കർത്താവ് സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട കൊയറിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാടി എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. ദൈവവചന ശ്രവണത്തിനായിട്ടാണല്ലോ ഇന്ന് രാത്രിയിൽ നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ കൂടിയിരിക്കുന്നത്. എങ്കിലും പ്രാർത്ഥനാ ധ്വനി എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് തന്നെ ധ്വനിയായിട്ട് പുറത്തു വരുന്നത് ആത്മീയ നിയോഗത്താലും ആത്മഭാരത്താലും പ്രാർത്ഥിക്കുന്ന ഒരു കൂട്ടം ദൈവജനത്തിന്റെ പ്ലാറ്റ്ഫോമാണല്ലോ. അതുകൊണ്ട് ദൈവവചന ശുശ്രൂഷയ്ക്ക് മുമ്പായി 2 ദൈവദാസന്മാർ പ്രത്യേകമായി പറയുന്ന വിഷയങ്ങളെ ഓർത്ത്, ഇന്നത്തെ മീറ്റിംഗിന്റെ അനുഗ്രഹത്തെ ഓർത്ത്, അനുഗ്രഹത്തിനായി പ്രിയ ദൈവദാസൻ പാസ്റ്റർ അനീഷ് തോമസിനെ ശക്തമായി ദൈവം ഇന്ന് രാത്രിയിൽ എടുത്തുപയോഗിക്കേണ്ടതിനായി വിഷയങ്ങളെല്ലാം ഓർത്തുകൊണ്ട് പ്രാരംഭത്തിൽ പ്രിയ സഹോദരൻ തോമസ് കുര്യനും രണ്ടാമതായിട്ട് പാസ്റ്റർ റെജി ജോൺ അടൂരും പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടച്ച് ഇന്നത്തെ ഈ മീറ്റിംഗിന്റെ അനുഗ്രഹത്തിനായി ദൈവവചനം പ്രിയ ദൈവദാസൻ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി സംസാരിക്കുമ്പോൾ അത് നമ്മള് എവിടെ ഇരുന്നാലും വേണ്ടില്ല, അത് ശക്തിയായി വ്യാപരിക്കുന്നതാണ്. ദൈവവചനത്തിന്റെ ശക്തിയെക്കുറിച്ച് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് തന്നെ മനസ്സിലാക്കുവാൻ സാധിക്കും. യെശയ്യാപ്രവചനത്തിൽ പറയുന്നത് ഇറ്റ് റിവീൽസ് ദ പവർ ഓഫ് ദ ഗോഡ്. ദൈവശക്തിയെ വർണ്ണിക്കുന്നതാണ് ദൈവത്തിന്റെ വചനം. അത് മധുരമായി വേണ്ടിയവർക്ക് മധുരമായും, ആമീൻ സ്തോത്രം, ആമീൻ കാലിന് ദീപമായി വേണ്ടിയവർക്ക് കാലിന് ദീപമായും, പാതയ്ക്ക് പ്രകാശമായി വേണ്ടിയവർക്ക് പാതയ്ക്ക് പ്രകാശമായും, കറക്ഷൻ വേണ്ടിയവർക്ക് കറക്ഷനായും, പെർഫെക്ഷൻ വേണ്ടിയവർക്ക് പെർഫെക്ഷനായും, ഇരുവാഴ്ചയുള്ള വാളായിട്ട് വേണ്ടിയവർക്ക് വാളായിട്ടും അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുന്നതാണ്. ഇന്ന് രാത്രിയിലും പ്രിയ അഭിഷക്തനെ ദൈവം ശക്തമായി എടുത്തുപയോഗിക്കേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ഇന്ത്യക്ക് വേണ്ടി, നമ്മുടെ മിഡിൽ ഈസ്റ്റിന് വേണ്ടി, ലോക സമാധാനത്തിന് വേണ്ടി നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയുടെ പ്രവർത്തനങ്ങളെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കാം. അതിന്റെ ഇന്റർനാഷണൽ പ്രസിഡന്റ് പ്രിയ ബെൻസിനെയും, ദൈവദാസൻ പ്രിയ പാസ്റ്റർ ബെൻസിനെയും തന്റെ കുടുംബത്തെയും നമുക്ക് ഓർക്കാം. കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യാം. എല്ലാ രാജ്യങ്ങളിലുമുള്ള ചാപ്റ്ററുകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അതിന് നേതൃത്വം കൊടുക്കുന്നവരെ ദൈവം ശക്തീകരിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ത്യയിലെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും ഓർത്ത് നമുക്ക് സ്തോത്രം ചെയ്യാം. രോഗികളായി കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദുഃഖിതരായി കഴിയുന്നവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മളൊക്കെ ഉൾപ്പെട്ട് നിൽക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് വേണ്ടി നമുക്ക് സ്തോത്രം ചെയ്യാം. അതിൽ നേതൃത്വം കൊടുക്കുന്നവരെ ദൈവം ശക്തമായി ഈ ദിവസങ്ങളിൽ എടുത്തുപയോഗിക്കേണ്ടതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. തിരുവനന്തപുരമെങ്കിൽ ഈ മാസം അവസാനമായി ക്രമീകരിച്ചിരിക്കുന്ന പ്രാർത്ഥനാ ധ്വനി ഇന്റർനാഷണൽ കൺവെൻഷന്റെ അനുഗ്രഹത്തിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. വിഷയങ്ങൾ ഞാൻ പരിമിതമാക്കുന്നു, സമയത്തിന്റെ പരിമിതികൾ ഉള്ളതുകൊണ്ട് എല്ലാവരും സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുന്ന പോലെ പ്രത്യേകിച്ച് ദൈവവചന ശുശ്രൂഷയും ഓർത്തുകൊണ്ട് ബ്രദർ തോമസ് കുര്യനും തുടർന്ന് പാസ്റ്റർ റെജി അവറുകളും നമ്മളെ പ്രാർത്ഥനയിൽ സഹായിക്കും. ആമേൻ. സ്തോത്രം. ചുരുക്കമായി പ്രാർത്ഥിക്കുമല്ലോ.
ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. ക്രിസ്തുയേശുവിൽ കൂടി അടിയങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗീയ പരമപിതാവേ, അനുഗ്രഹീതമായ നല്ല സന്ധ്യാസമയത്തിനായിട്ട് അടിയങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അബ്ബാപിതാവേ, കഴിഞ്ഞ ദിവസങ്ങളിൽ അടിയങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് പോലെ ഹല്ലേലൂയ പ്രാർത്ഥനാധനിയായി കർത്താവെ ക്രമീകരിച്ചിരിക്കുന്ന ഈ വെർച്വൽ കൺവെൻഷനിന്റെ ഈ കർത്താവെ നല്ല സന്ദർഭങ്ങളിൽ കർത്താവെ ഇത്രത്തോളം പേർക്ക് ഒരുമിച്ച് കൂടി വരുവാൻ അവിടുന്ന് സഹായിച്ചല്ലോ. എന്റെ കർത്താവിന്റെ സാന്നിധ്യം കർത്താവെ വിവിധ സ്ഥലങ്ങളിൽ ഇരുന്നുകൊണ്ട് അനുഭവിപ്പാൻ അവിടുന്ന് അടികൾക്ക് നൽകി തരുന്ന ഈ നല്ല സന്ദർഭത്തിനായിട്ട് അടികൾ അങ്ങേ വാഴ്ത്തുന്ന കർത്താവെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രികാലം അടികൾ ഒരുമിച്ച് തിരുസനയിലായിരിക്കുമ്പോൾ കർത്താവെ അവിടുത്തെ അഭിഷിക്തൻ ഓർപ്പിച്ച വിഷയങ്ങളെ ഒരു പ്രാവശ്യം കൂടെ തിരുക്കരങ്ങളിലേക്ക് അടികൾ ഒരുമിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അടികളുടെ രാജ്യത്തിന് വേണ്ടി അടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്ന കർത്താവെ, സുവിശേഷത്തിന്റെ സ്വാതന്ത്ര്യം കർത്താവെ ഓരോരോ തലങ്ങളിൽ കർത്താവെ ഖനിക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ കർത്താവെ ദൈവവചനം ശക്തിയോടെ സുവിശേഷം ശക്തിയോടെ ഇന്ത്യയിൽ കർത്താവെ പിന്നെയും കർത്താവ് പ്രചരിക്കപ്പെടുവാൻ കർത്താവ് അതിന് പ്രവർത്തിക്കുന്നവരെല്ലാവരെയും കർത്താവ് സൂക്ഷിക്കുവാൻ അവിടുന്ന് സഹായിക്കണമേ എന്നടികൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. എന്റെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനാഥനയുടെ എല്ലാ പ്രവർത്തനങ്ങളെയും അവിടുന്ന് സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യണമേ. ബെൽസന്താൽ ഭാഷയ്ക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കുടുംബമായിട്ട് മാനിക്കുകയും സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനാഥനയുടെ എല്ലാ പ്രവർത്തകരെയും അവിടുന്ന് സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. കർത്താവെ, പ്രത്യേക ഒക്ടോബർ മാസം അവസാനം നടക്കുന്ന പ്രാർത്ഥനാഥനയുടെ ഇന്റർനാഷണൽ കൺവെൻഷന് വേണ്ടിയും പ്രാർത്ഥിക്കുന്നു. അതും ഏറ്റവും അനുഗ്രഹപ്രദമായി നടക്കുവാൻ സ്വർഗം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രികാലം കർത്താവെ അവിടുത്തെ അഭിഷിക്തൻ അനീഷ് തോമസ് പാസ്റ്റർ ദിഗ്രഹങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഐശ്വര്യമായ അഭിഷേകത്തിന്റെ നിറവോടെ കർത്താവെ വ്യക്തമായി ശക്തമായി ദൈവനെ ശുശ്രൂഷിക്കുവാൻ അങ്ങയുടെ ദാസനെ അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അടിയങ്ങളെ ബലപ്പെടുത്തുന്ന ദൈവവചനം, അടിയങ്ങളെ ശുദ്ധീകരിക്കുന്ന ദൈവവചനം ഇന്ന് രാത്രികാലം ഹല്ലേലൂയ കർത്താവെ യാതൊരു മറയുമില്ലാതെ സ്തോത്രം ഹല്ലേലൂയ തെളിവായി അടികൾക്ക് വെളിപ്പെടുത്തി തരുവാൻ അങ്ങയുടെ അഭിഷിക്തനെ ശക്തമായി രാത്രികാലം അവിടുത്തെ തൃക്കരങ്ങളെടുത്ത് ഉപയോഗിക്കണമെന്ന് അടിയങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കും. കർത്താവെ, അല്പസമയം അടിയങ്ങൾ അങ്ങയുടെ സന്നിധിയിലായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ തന്നെ അടിയങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. പുത്രന്റെ പുനർനാമത്തെ ഉയർത്തണമേ. സകലവും അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി മാത്രം ചെയ്യണമേ. പ്രാർത്ഥന യാചന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യമായ നാമത്തിൽ തന്നെ ആമേൻ. പരിശുദ്ധ ദൈവമേ, സുഖപിതാവേ, നല്ല രാത്രിക്കായി സ്തോത്രം ചെയ്യുന്നു. ദൈവമേ, ഹല്ലേലൂയ. പ്രാർത്ഥനാധുനി ഖത്തർ ചാപ്റ്ററിന്റെ അഭിമുഖത്തിൽ നടത്തപ്പെടുന്ന ഏകദിന സുവിശേഷ മഹായുദ്ധത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലൂടെ കർത്താവെ ഞങ്ങൾ നയിച്ച കർത്താവെ ഹല്ലേലൂയ ഖത്തർ പ്രാർത്ഥനാധുനി സിംഗേഴ്സിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരങ്ങളിൽ അനുഗ്രഹിക്കപ്പെട്ട ആരാധനയിലൂടെ ഞങ്ങൾ നയിപ്പാൻ ദൈവം കർത്താവ് സഹായിച്ചല്ലോ. നിന്റെ ദാസന്മാരെ കർത്താവ് അനുഗ്രഹിക്കും. ഇന്ന് രാത്രി അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ സന്ദേശം നൽകുവാൻ കർത്താവ് ഈ കാലഘട്ടത്തിൽ കർത്താവ് ലോകവ്യാപകമായി ശക്തിയോടെ കർത്താവ് ഹല്ലേലൂയ യുവ പ്രസരിപ്പോടുകൂടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തുവാൻ പരിശുദ്ധാത്മാവിൽ നിയോഗിക്കുന്നതിനായി വന്നിരിക്കുന്ന കർത്താവിന്റെ അഭിഷിക്തനായി സ്തോത്രം ചെയ്യുന്നു. കർത്താവ് പവർ വിഷനിലൂടെയും മറ്റ് കർത്താവ് അല്ലെങ്കിൽ എല്ലാ കർത്താവ് മീറ്റിംഗിൽ കടന്നുപോയി കർത്താവിന്റെ രാജ്യത്തെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി പ്രസ്താവിപ്പാൻ ഈ കാലഘട്ടത്തിന്റെ അഭിഷേകം കർത്താവ് പേറിക്കൊണ്ട് ഹല്ലേലൂയ കർത്താവ് അനേകരിലേക്ക് കർത്താവ് ദൈവത്തിന്റെ ആത്മാവിന്റെ പകരേണ്ടതിന് ശക്തിയോടെ ഉപയോഗിക്കുന്ന കർത്താവ് ദാസൻ കർത്താവ് പാസ്റ്റർ അനീഷ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന കർത്താവ് തന്റെ ദാസനെ ശക്തിയോടെ ഞങ്ങൾ വിവേചനം പോകുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. താവേ ഹല്ലേലൂയ. വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നല്ലോ, താവേ ഞങ്ങളുടെ സുവിശേഷം വെറും വചനമായിട്ടല്ല പരിശുദ്ധാത്മാവോടും ശക്തിയോടും താവേ വെറു നിശ്ചയത്തോടും കൂടെ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കേൾക്കപ്പെടുന്ന വചനം പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പരിശുദ്ധാത്മാവോടുകൂടെ ദൈവത്തിന്റെ നിശ്ചയത്തോടു കൂടെ ആയിരിക്കാൻ ദാസനെ ശക്തിയോടെ ഞങ്ങൾ ഉപയോഗിക്കാൻ ഇടയാകണമേ. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നു കൊണ്ട് കർത്താവെ ഈ വയസ്സിനകത്തൂടെ കർത്താവിന്റെ വചനം കേൾക്കുന്ന ഏവർക്കും ഒരു അനുഗ്രഹമായി തീരുവാൻ ഈ രാത്രി അനുഗ്രഹിക്കപ്പെട്ട രാത്രി എന്ന് പറയത്തക്ക നിലയിൽ ദാസനെ ശക്തിയോടെ ഉപയോഗിക്കാൻ ഇടയാകണമേ. ഒരു സൂം പ്ലാറ്റ്ഫോം എന്ന തലത്തിലല്ല കർത്താവ് ഒരുമിച്ച് ഒരു സ്ഥലത്തിരിക്കുന്ന പ്രതീതി ഇന്ന് രാത്രി ചലിക്കേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന കർത്താവിന്റെ ദാസന്മാർക്കായി സ്തോത്രം. സ്തോത്രം. താവിൽ ഇടിയുന്ന കർത്താവിന്റെ ദാസനായി സ്തോത്രം. കടന്നു വന്നിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. സകല മഹത്വം അങ്ങയ്ക്ക് യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. പ്രാർത്ഥിച്ച രണ്ട് ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുകയും ഖത്തർ ചാപ്റ്ററിന്റെ പേരിലുള്ള നന്ദിയും അറിയിക്കുന്നു. തുടർന്ന് നമ്മൾ ദൈവവചനം കേൾക്കുവാനായിട്ട് പോവുകയാണ്. ഇന്ന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് സന്ദേശം നൽകുവാനായി കടന്നു വന്നിരിക്കുന്ന പ്രിയ പാസ്റ്റർ അനീഷ് തോമസിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പാസ്റ്റർ റെജി ജോൺ തന്റെ പ്രാർത്ഥനയുടെ വാചകങ്ങളിലൂടെ ഉരുവിട്ടതുപോലെ തന്റെ പ്രവർത്തന മേഖലയെക്കുറിച്ചുള്ള രത്നച്ചുരുക്കം പ്രാർത്ഥനയിലൂടെ നമ്മൾ ശ്രവിച്ചുവല്ലോ. ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുവാൻ താല്പര്യപ്പെടുന്നില്ല. 13-ാം വയസ്സിൽ തുടങ്ങിയ തന്റെ പ്രഭാഷണം
ഇന്ന് വരെയും കർത്താവ് ഇത്രത്തോളം സഹായിച്ചു. അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ ദൂതുകൾ പല കാലഘട്ടങ്ങളിലായി നമ്മൾ കേട്ടിട്ടുണ്ട്. സൂം പ്ലാറ്റ്ഫോമിൽ കൂടി കോവിഡിന്റെ സമയത്തും നമ്മുടെ പ്രാർത്ഥനാ ധ്വനിയിലൂടെ ക്രമീകരിക്കപ്പെട്ട മീറ്റുകളിൽ അദ്ദേഹം സന്ദേശം നൽകിയിട്ടുണ്ട്. ഇന്ന് രാത്രിയിലും സന്ദേശം നൽകുവാനായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നിരിക്കുന്നു ആ പ്രിയ ദൈവദാസനെ ഖത്തർ പ്രാർത്ഥനാ ധ്വനി ചാപ്റ്ററിന്റെ പേരിലുള്ള വന്ദനം പ്രാരംഭത്തിൽ അറിയിക്കുന്നു. ഇന്ന് രാത്രിയിലും തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആത്മീയ ദൂതുകൾ ഇന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് ശബ്ദമായി, ബലമായി, ആരോഗ്യമായി, സ്വാതന്ത്ര്യമായി, സമാധാനമായി നമ്മുടെ ജീവിതത്തിൽ പരിണമിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ദിവസവും പവർ വിഷന്റെ ചില ക്രമീകരണങ്ങൾക്കായിട്ട് ഖത്തറിൽ കടന്നു വരുവാനിടയായി, ഒരുമിച്ച് ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുവാനിടയായി. അങ്ങനെ ഈ കാലഘട്ടത്തിൽ വളരെ ശക്തമായി ഉപയോഗിക്കുന്ന ആ ദൈവദാസനിൽ കൂടി ഇന്ന് കേൾക്കപ്പെടുന്ന ദൈവത്തിന്റെ വചനം നമുക്കെല്ലാവർക്കും അനുഗ്രഹമായി തീരട്ടെ എന്ന് ആശിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വളരെ താഴ്മയോടും വിനയത്തോടും കൂടി പ്രിയ ദൈവദാസനെ പ്രഭാഷണത്തിനായി ഞാൻ ക്ഷണിക്കുന്നു. കടന്നു വന്ന എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ ധന്യവും പരിശുദ്ധവുമായ നാമം മഹത്വപ്പെടട്ടെ. അനുഗ്രഹീതമാകുന്ന ഒരു ദിവസത്തിൽ കൂടെ കർത്താവിന്റെ വചനത്തെ ഉയർത്തുവാൻ ലഭിച്ച വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഏറെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ മലങ്കരയിലെ ക്രൈസ്തവ സമൂഹത്തിന് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനാധ്വനി, പ്രത്യേകിച്ചും ഖത്തർ ചാപ്റ്ററിന്റെ ആഭിമുഖ്യത്തിൽ നടത്തപ്പെടുന്ന ഈ ഏകദിന സുവിശേഷ യോഗത്തിൽ നിങ്ങളോടൊപ്പം കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളെ ശുശ്രൂഷിപ്പാനും സ്വർഗത്തിലെ ദൈവം അനുവദിച്ച വിലപ്പെട്ട അവസരത്തിന് ദൈവത്തിന് നന്ദി പറയുന്നു. ഈ രാത്രി യോഗത്തിന് അധ്യക്ഷത വഹിക്കുമ്പോൾ തന്നെ ഖത്തറിലുള്ള ഷാരൂൻ ഫെലോഷിപ്പ് ചർച്ചിന് അനുഗ്രഹിക്കപ്പെട്ട ആത്മീയ നേതൃത്വം നൽകുന്ന, ക്രിസ്തുവിൽ ഒത്തിരി ബഹുമാനിക്കുകയും ഏറെ സ്നേഹിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട സാം തോമസ് പാസ്റ്റർ, അപ്പോൾ തന്നെ പ്രാർത്ഥനാധ്വനിക്ക് വിവിധ നിലകളിൽ ആത്മീയ നേതൃത്വം നൽകുന്ന പ്രിയപ്പെട്ട ബെൻസൺ ഡാനിയൽ പാസ്റ്റർ, റെജു ജോൺ പാസ്റ്റർ, അങ്ങനെ ദൈവദാസന്മാരുടെ ഒരു നീണ്ട നിര ഇന്ന് രാത്രി നമ്മളോടൊപ്പം ഉണ്ടല്ലോ. ഏറ്റവും മനോഹരമായ ഗാനങ്ങൾ പാടി ദൈവരാജ്യത്തിൻ്റെ മഹിമയെ ആവോളം വർണ്ണിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ടീമിനെ ഓർക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ഈ സൂം പ്ലാറ്റ്ഫോമിലൂടെ കർത്താവിൻ്റെ വചനത്തിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരെയും ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ഒത്തിരി സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട തോമസ് കുര്യനച്ചാൻ ഉൾപ്പെടെയുള്ള എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. മുഖവരകൾ ദീർഘിപ്പിക്കാതെ ദൈവത്തിൻ്റെ വചനത്തിലേക്ക് ഞാൻ ശ്രദ്ധയെ കൊണ്ടുപോകുവാനായിട്ട് താല്പര്യപ്പെടുകയാണ്. യോശുവ എഴുതിയ പുസ്തകം 1-ാമത്തെ അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങളാണ് ഈ ദിവസങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഹൃദയത്തിൽ ശക്തമായി പ്രേരണ തന്ന വാക്യങ്ങൾ. ആ വാക്യങ്ങളിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്നു. നമുക്ക് ഏറ്റവും പരിചിതമായ വാക്യം അത്. യഹോവയുടെ ദാസനായ മോശയുടെ മരണശേഷം യഹോവ നൂന്റെ മകനായി മോശയുടെ ശുശ്രൂഷക്കാരനായ യോശുവയോട് അരുളിച്ചെയ്തു, എൻ്റെ ദാസനായ മോശ മരിച്ചു, ആകയാൽ നീയും ഈ ജനമൊക്കെയും പുറപ്പെട്ട് യോർദാൻ അക്കരെ ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞ ദേശത്തേക്ക് കടന്നു പോകുന്നത്. വളരെ ശക്തമായ 3 നിയോഗങ്ങളാണ് ദൈവത്തിൻ്റെ ദാസനോട് ദൈവം പറയുന്നത്. 1 എറൈസ്, എഴുന്നേൽക്കുക. 2 ക്രോസ് ഓവർ, കടക്കുക. 3 എൻറ്റർ, കയറുക, സ്വാധീനപ്പെടുത്തുക. സ്തോത്രം. എഴുന്നേൽക്കുക, കടക്കുക, അവകാശമാക്കുക. എനിക്ക് കാലഘട്ടത്തെ നോക്കി പ്രവചിക്കാനുള്ള ഒരു പ്രവചനമാ സഭയോട്. എഴുന്നേൽക്കുക, കടക്കുക, അവകാശമാക്കുക. നമുക്കറിയാം എവിടെ നിന്നാണ് എഴുന്നേക്കാൻ പറയുന്നത്. ഒരു സ്ഥലത്തു നിന്ന് എഴുന്നേക്കുന്നു എന്നതിൻ്റെ അപ്പുറത്ത് ഒരവസ്ഥയിൽ നിന്ന് എഴുന്നേക്കാനാണ് പറയുന്നത്. ബൈബിളിലെ ഏറ്റവും ശക്തമൊരു സന്ദേശമാണ് എഴുന്നേക്കാനുള്ള സന്ദേശം. എഴുന്നേൽക്കുക എന്ന് കർത്താവ് പറയുമ്പോൾ കർത്താവ് അതിനകത്ത് ഉദ്ദേശിച്ച ഒരു കാര്യമുണ്ട്. ടു മൂവ് ടു ഹയർ പൊസിഷൻ. ഇന്നായിരിക്കുന്ന അനുഭവത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് കാലെടുത്തു കുത്തുക. എഴുന്നേൽക്കുക. എഴുന്നേൽക്കുക മാത്രമല്ല പറയുന്നത്, ചിലതിനെ കടക്കുക. ഇന്ന് രാത്രി എനിക്ക് പറയാനുള്ള സന്ദേശം എത്രയേ ഉള്ളൂ. ക്രോസ് ഓവർ, ചിലതിനെ കടക്കുക, ചിലതിനപ്പുറം കടക്കുക.
ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്നത് ഇപ്പുറത്തു നിൽക്കാനല്ല, ചിലതിന് അപ്പുറം കടക്കാനായിട്ട്. 40 വർഷത്തെ മരുഭൂവാസത്തിന് ശേഷം ഒരുക്കപ്പെട്ട അവകാശത്തിലേക്ക് കടക്കുവാനുള്ള ദൈവത്തിന്റെ ശക്തമേറിയ കൽപ്പനയാണ് നമ്മളവിടെ കാണുന്നത്. യഥാർത്ഥത്തിൽ മോശയുടെ ശുശ്രൂഷാകാലം പുറപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൽ അത് ആരംഭിക്കുക. ആവർത്തന പുസ്തകം 34-ാം അധ്യായം വരെ അത് തുടരുകയാണ്. ഇവിടെ മോശ മരിച്ചു. മോശ നിമിത്തം ഇസ്രായേലിന് ദൈവം കൊടുത്തത് നിയമങ്ങളെ കൊടുത്തു, മരുഭൂമിക്ക് അപ്പുറത്ത് കടക്കാനുള്ള ഒരുക്കം നൽകി. അതിനപ്പുറത്ത് ദൈവത്തിന്റെ വലിയ വാഗ്ദത്തങ്ങൾ ദൈവം അവർക്ക് നൽകി. ഇന്ന് യോശുവയെ ദൈവം തെരഞ്ഞെടുക്കുക. യോശുവയോട് ദൈവം പറയാ, വിശ്വാസത്താൽ നീ ചിലതിനെ കീഴടക്കുക, അവകാശത്തെ കൈവശപ്പെടുത്തുക. സ്തോത്രം. ഒരു കാര്യം ഓർത്തോണം, മോശയെ മരിച്ചിട്ടുള്ളൂ, മോശ സേവിച്ച ദൈവം മരിച്ചിട്ടില്ല, വാഗ്ദത്തങ്ങളും മരിച്ചിട്ടില്ല. അതുകൊണ്ട് ദൈവത്തിന്റെ ശുശ്രൂഷ ഏത് കാലഘട്ടത്തിലും തുടരും. സ്തോത്രം. മോശയുടെ പേര് യോശുവയുടെ പുസ്തകത്തിൽ 50 പ്രാവശ്യത്തിലധികം പറയുന്നുണ്ട്. എന്താണ് യോശുവയെ തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത? ഞാന് ദൈവവചനത്തിൽ ഇങ്ങനെ പരതിയപ്പോ മറ്റുള്ള പലരെക്കാട്ടിലും അയോഗ്യനായ ഒരു മനുഷ്യൻ, പക്ഷെ ദൈവം അവനെ തെരഞ്ഞെടുക്കുക. എന്താണ് തെരഞ്ഞെടുക്കാനുള്ള യോഗ്യത? അവന്റെ അയോഗ്യതകൾ ആദ്യം പറയാം. സംഖ്യാപുസ്തകം 13-8 പഠിക്കുമ്പോൾ അടിമത്തത്തിൽ ജനിക്കപ്പെട്ടവനാ യോശുവ. മിസ്രൈമിലെ അടിമത്തത്തിന്റെ നടുവിൽ അവൻ ജനിക്കപ്പെട്ടത്. മാതാപിതാക്കൾ അവനൊരു പേരിട്ടു. എന്താ പേര്? ഹോശയ. ഹോശയ എന്ന വാക്കിന്റെ അർത്ഥം രക്ഷന, രക്ഷപ്പെടും. ഇവന്റെ കാലത്ത് ഞങ്ങൾ രക്ഷപ്പെടും, ഇവന്റെ കാലത്ത് ദൈവം ഒരു രക്ഷ ഒരുക്കും എന്നൊരു പ്രതീക്ഷയാണ് അങ്ങനെ ഒരു പേരിടാനായിട്ട് നിർബന്ധിക്കപ്പെട്ടത്. പക്ഷെ സംഖ്യാപുസ്തകം 13-16 പഠിക്കുമ്പോൾ മോശവന്റെ പേര് മാറ്റുക. മോശ പേര് മാറ്റി വെച്ച് അവന്റെ പേര് യോശുവ എന്നിട്ടു. യോശുവ എന്ന വാക്കിന്റെ അർത്ഥം എന്താ? യഹോവ രക്ഷകൻ. അപ്പൊ മോശയ്ക്ക് മനസ്സിലായി, വെറുതെ ഒന്നും രക്ഷപ്പെടത്തില്ല. ഒരാൾ രക്ഷപ്പെടണമെങ്കിൽ അതിന്റെ പിൻപിൽ ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാകണം. സ്തോത്രം. ഇന്ന് രാത്രി ഒരു കാര്യം ഓർത്തോണം, ദൈവം ഒരു പദ്ധതി ആരംഭിച്ചാൽ ഏത് രക്ഷപ്പെടാത്തവനും രക്ഷപ്പെടും, ഏത് രക്ഷപ്പെടാത്ത കുടുംബവും രക്ഷപ്പെടും, ഏത് രക്ഷപ്പെടാത്ത വ്യക്തിയും രക്ഷപ്പെടും. ലോകം മുഴുവൻ ഇനിയും രക്ഷപ്പെടത്തില്ലെന്ന് ആരെക്കുറിച്ച് വിധി എഴുതിയാലും ഒരു കാര്യം ഓർത്തോണം, ദൈവം ഒരു പദ്ധതി ആരംഭിച്ചാൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. സ്തോത്രം. എനിക്ക് ഈ ചരിത്ര പുസ്തകങ്ങൾ പഠിക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ മിക്കവാറും ഒക്കെ ഇസാക്കാറിനെ കുറിച്ചൊക്കെയുള്ള പ്രസംഗങ്ങൾ പ്രസംഗിച്ചതൊക്കെ വളരെ ആളുകൾ ലോകം ഏറ്റെടുത്ത പ്രസംഗങ്ങളാണ്. യഥാർത്ഥത്തിൽ അതുപോലെ കോരപുത്രന്മാരെ കുറിച്ച്, ഇസാക്കാറിനെ കുറിച്ച്, അങ്ങനെ പലരെ കുറിച്ചും പഠിച്ചു പ്രസംഗിച്ച പ്രസംഗങ്ങൾ അതൊരു കേവലം പ്രസംഗങ്ങളായിരുന്നില്ല, മറിച്ച് ദൈവം നൽകിയ നിയോഗങ്ങളായിരുന്നു. ഈ ദിവസങ്ങളിൽ കർത്താവ് എന്നെ ഏൽപ്പിച്ച ഒരു നിയോഗമാണ്, യോശുവ എങ്ങനെ രക്ഷപ്പെട്ടുവെന്ന് ലോകത്തെ ഒന്ന് അറിയിക്കണമെന്നുള്ള നിയോഗം. ദൈവത്തിന് സ്തോത്രം. യഥാർത്ഥത്തിൽ ചെങ്കടലിലൊക്കെ ദൈവത്തിന്റെ മഹത്വം കണ്ടു, ഒരു ഫോളോവറായിട്ടൊക്കെ തുടരുക. പക്ഷെ ഫോളോവറായിട്ട് തുടരുന്നവനെ ദൈവം വിളിച്ചു പറയാ, നിന്റെ ഉഴൽച്ചികൾക്ക് അപ്പുറത്ത് നിന്നെ ഞാനൊരു ലീഡറാക്കാൻ ആഗ്രഹിക്കുക, അതുകൊണ്ട് നീ രക്ഷപ്പെട്ടേ പറ്റത്തുള്ളൂ. ദൈവത്താൽ നിനക്കൊരു രക്ഷയുണ്ട്. എനിക്ക് രക്ഷയില്ലെന്ന് പലരും നിന്നെക്കുറിച്ച് പറയുന്നു. പക്ഷെ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരോട് ഞാൻ പറയുക, ലോകം മുഴുവൻ നിനക്ക് രക്ഷയില്ലെന്ന് പറഞ്ഞാലും നിനക്കൊരു രക്ഷയുണ്ട്. നീ രക്ഷപ്പെടും, നിന്റെ കുടുംബം രക്ഷപ്പെടും, നിന്റെ തലമുറ രക്ഷപ്പെടും, ദൈവം നിങ്ങളെ രക്ഷപ്പെടുത്തും. സ്തോത്രം. യഥാർത്ഥത്തിൽ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല എന്നൊക്കെ പറയുന്നു. ഇവരുടെ ചരിത്രം ഒന്ന് പഠിക്കുന്നത് നന്നായിരിക്കും. നമുക്കറിയാം, അബ്രഹാം, ഇസ്ഹാക്ക്, യാക്കോബ്. യാക്കോബിന്റെ മകനായിട്ട് യോസഫ് വരിക. യോസഫിന് 2 മക്കള് അല്ലേ? യോസഫിന്റെ മൂത്ത മകന്റെ പേര് മനശ, രണ്ടാമത്തെ മകന്റെ പേര് എഫ്രീം. ഉൽപ്പത്തി പുസ്തകം 48-ാം അധ്യായത്തിന്റെ 17-ാമത്തെ വാക്യം. പ്രായാധിക്യത്തിൽ ആയിരിക്കുന്ന യാക്കോബ് ദൈവസ്ഥിതിയിലേക്ക് ചേർക്കപ്പെടുന്നതിന് മുമ്പ് യോസഫിന്റെ മക്കളെ 2 പേരെയും അനുഗ്രഹിക്കും. വലങ്കൈയെടുത്ത് എഫ്രീമിന്റെ തലയിൽ വെച്ചു, ഇടത്തെ കൈയെടുത്ത് മനശയുടെ തലയിലും വെച്ചു. അപ്പൊ യോസഫിന് തോന്നി അപ്പന് തെറ്റുപറ്റിയെന്ന്. യോസഫ് ഓടിച്ചെന്നിട്ട് അപ്പന്റെ ഇടത്തെ കൈ മനശയുടെ തലേന്ന് മാറ്റി വെച്ച് വലത്തെ കൈയെടുത്ത് വെക്കാൻ തുടങ്ങുമ്പോൾ
അപ്പം പറഞ്ഞു, മോനെ എനിക്ക് അബദ്ധം പറ്റിയതല്ലടാ, ഞാൻ അങ്ങനെ വെച്ചതാ. അന്നേരം അപ്പനോട് വീണ്ടും യോസഫ് പറഞ്ഞു, അങ്ങനല്ലപ്പാ, നമ്മുടെ കുടുംബത്തിന്റെ പാരമ്പര്യം അനുസരിച്ച് അങ്ങനല്ല, ഇവനാണ് ആദിജാതൻ, ഇവന്റെ മേലല്ലേ കൈവെക്കണ്ട. അപ്പൊ അപ്പം പറഞ്ഞു, അവനും ഒരു ജാതിയാവും, പക്ഷേ ഈ ഇളയവൻ അവനെക്കാട്ടി വലിയൊരു ജാതിയാവും. സ്തോത്രം. ഇളയവനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഇന്ന് രാത്രി മറ്റാരും നിങ്ങളെ ഡിനേ ചെയ്താൽ, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ ശുശ്രൂഷയെക്കുറിച്ചും നിങ്ങളുടെ തലമുറയെക്കുറിച്ചും ഒക്കെ ദൈവത്തിനൊരു വലിയ പദ്ധതിയുണ്ട്. സ്തോത്രം. ഒരുപക്ഷെ ഇന്ന് രാത്രി യോഗം പോലും ആ പദ്ധതിയുടെ ഭാഗമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അല്ലെ പിന്നെ അങ്ങനെ ഒരു മെസ്സേജ് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ചുമ്മാതൊരു മെസ്സേജ് ഒന്നും അല്ല ഞാൻ ഇന്ന് രാത്രി പറയുന്നത്. ഇന്ന് രാത്രിയിലെ മെസ്സേജ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അസാധാരണമായ ഒരു ദൈവമുഖത്വം വെളിപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അത്രയ്ക്ക് എൻ്റെ പ്രാർത്ഥനാ മുറിക്കകത്ത് ദൈവശക്തമായി ഇടപെട്ട ഒരു ദൂത പ്രാർത്ഥനാധ്വനിയുടെ കൺവെൻഷനിൽ ഇന്ന് രാത്രി ഞാൻ കൈമാറുന്നു. ആര് നിങ്ങളെക്കുറിച്ച് അവ്യക്തതകൾ പറഞ്ഞാലും, ആര് നിങ്ങളെക്കുറിച്ച് തെറ്റിദ്ധാരണ പരത്തിയാലും, നിങ്ങൾ രക്ഷപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾക്കൊരു ശുശ്രൂഷയുണ്ട്, നിങ്ങളുടെ തലമുറയ്ക്കൊരു ശുശ്രൂഷയുണ്ട്, അത് ദൈവത്താൽ സംഭവിക്കും. എഫ്രൈമിന്റെ കുടുംബം യാക്കോബിന്റെ കൈവെപ്പ് കൊണ്ട് എടുത്തടാ പിടിച്ചടാ എന്നും പറഞ്ഞ് പെട്ടെന്നൊന്നും രക്ഷപ്പെട്ടില്ലെന്നുള്ളത് ഒരു സത്യ. സ്തോത്രം. ആ കുടുംബത്തിന്റെ ചരിത്രം സത്യം പറഞ്ഞ വേദനയോടുകൂടെ മാത്രമേ വായിക്കാൻ പറ്റൂ. അത് 1 ദിനവൃത്താന്തം 7-ാം അധ്യായത്തിന്റെ 20 മുതൽ വായിക്കണം. 20 മുതൽ 27 വരെ മനസ്സിരുത്തി വായിക്കണം. ഞാൻ പെട്ടെന്ന് പ്രസംഗിച്ചത് കൊണ്ട് നിങ്ങൾക്ക് അത് പിടികിട്ടത്തില്ല. അതുകൊണ്ട് അത് എഴുതിയെടുത്തേച്ച് ഇന്ന് രാത്രി മനസ്സിരുത്തി 1, 2, 3 വട്ടം വായിക്കണം. ഒരു 4 വട്ടമേലും വായിച്ചാലേ അത് മനസ്സിലാകത്തുള്ളൂ. സ്തോത്രം. എഫ്രൈമിന്റെ പുത്രന്മാർ ശൂലേഗ്. സ്തോത്രം. ഞാനങ്ങ് പറയാം. ഏസർ, എലാഥ, ബെരിയ. 20 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ 4 മക്കളെ കുറിച്ചാണ് പറയുന്നത്. എഫ്രൈമിന്റെ 4 പിള്ളേർ. 1 ശൂലേഹ്, 2 ഏസർ, 3 എലാഥ, 4 ബെരിയ. ഒന്ന് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് പറഞ്ഞു, ഒന്ന് ഓർമ്മ. ഇപ്പം വായിക്കരുത്, ഇപ്പം വായിക്കാൻ പോയാൽ സംഭവം പിടികിട്ടത്തില്ല. ഞാൻ ഒരു ദിവസം മുഴുവൻ എടുത്ത് വായിച്ചേച്ചാ ഞാൻ ഇങ്ങനെ ഒരു അനുമാനത്തിൽ എത്തിയത്. സ്തോത്രം. അത് ഇപ്പം വായിക്കാൻ പോയാൽ നിങ്ങൾ ഞാൻ പറയുന്നതും മനസ്സിലാക്കത്തില്ല. ഇനിയും ഇത് വായിച്ചു നോക്കിയേച്ച് എന്തെങ്കിലും തെറ്റാ ഞാൻ പറഞ്ഞെങ്കിൽ എൻ്റെ നമ്പർ പാസ്റ്റർമാരുടെ കയ്യിലുണ്ട്, ഒരു വാട്സപ്പിൽ മെസ്സേജ് വിട്ടേ. സ്തോത്രം. 4 പിള്ളേർ: ശൂലേഗ്, ഏസർ, എലാഥ, ബെരിയ. സ്തോത്രം. ഇതിനകത്ത് ശൂലേഗ് എന്ന് പറയുന്ന മൂത്തമോ, അവന്റെ ചരിത്രം ഒരു നനഞ്ഞ ചരിത്രം. അവനെ കൂട്ടി 7 പേരായിരുന്നു. 7 തലമുറയുടെ പേര് അവിടെ എഴുതിയിട്ടുണ്ട്. ശൂലേഗിന്റെ തൊട്ടു താഴെ ബേരത്, ബേരതിന്റെ തൊട്ടു താഴെ തഹത്ത്, തഹത്തിന്റെ തൊട്ടു താഴെ എലാഥ, എലാഥയ്ക്ക് തൊട്ടു താഴെ തഹത്ത്, പിന്നെ സാബത്, അതിനുശേഷം ഒരു ശൂലേഗ്. ഇതെല്ലാം ബേരകിന്റെ മക്കൾ. പിന്നെ 2 പേരെ കുറിച്ച് അവിടെ പറയുന്നുണ്ട് കേട്ടോ. 21-ാം വാക്യത്തിൽ അവന്റെ മകൻ സാബത്, അവന്റെ മകൻ ശൂലേഗ്. അത്രയും പറഞ്ഞ അടുത്തത് പറയാം. എസർ, എലേഥ. ഇവർ ആ ദേശവാസികളായ ഗത്യരുടെ കന്നുകാലികളെ അപഹരിക്കുവാൻ ചെന്നതുകൊണ്ട് അവരവനെ കൊന്നുകളഞ്ഞു. സ്വന്തം. എന്നെ അത്ഭുതപ്പെടുത്തുന്നു പാസ്റ്ററെ. അപ്പം കൈവച്ച് അനുഗ്രഹിച്ചവന്റെ പിള്ളേരെ, കൊച്ചുമക്കള് കള്ളന്മാരായിട്ട് മോട്ടിക്കാൻ ചെന്നു. അത് എന്നാ വലിയ കുടുംബമാണെന്നൊന്നും പറഞ്ഞാൽ രക്ഷപ്പെടത്തൊന്നുമില്ല. നമ്മളുമല്ല ഈ കുടിയേറ്റ കുടുംബത്തിലൊക്കെ ജനിച്ചവരല്ലേ. ഞാൻ കുടിയേറ്റ കുടുംബത്തിലാണ് ജനിച്ചത്, റാന്നിയിലെ 1-ാം തരം കുടിയേറ്റ കുടുംബത്തിൽ. എന്ന് പറഞ്ഞാൽ അർത്ഥം കുടിക്ക് ഒരു കുറവും ഇല്ലാത്തവർ. സ്വത്രം. മനസ്സിലായില്ലല്ലേ? ഒന്നുകൂടെ പറയാം, കുടിക്ക് ഒരു കുറവും ഇല്ലാത്തവർ. പാരമ്പര്യം ഉള്ളതുകൊണ്ടോ കൈവപ്പുള്ളതുകൊണ്ടോ അങ്ങ് കിഴക്കുന്ന് വന്നുകൊണ്ടോ വടക്കുന്ന് വന്നുകൊണ്ടോ ഒന്നും രക്ഷപ്പെടത്തില്ല. ഒരുത്തനെ രക്ഷപ്പെടുത്തണമെങ്കിൽ ദൈവം കൂടെ വിചാരിക്കണം. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? എസറും എലേഥ എന്തോ ഒരു ചരിത്രമാണ്. ഇപ്പം മനുഷ്യരൊക്കെ ചോദിക്കും, എഫ്രൈമിനെ നോക്കിക്കൊണ്ട്, എടാ ഇതിനാണോടാ വല്യപ്പൻ നിന്നെ തലേ കൈവച്ച് അനുഗ്രഹിച്ച്? ഇങ്ങനത്തെ അനുഗ്രഹമൊന്നും ഞങ്ങൾക്ക് വേണ്ട. സ്തോത്രം. ഈ എസറും എലേഥയും കൊല്ലപ്പെട്ടപ്പം
അവരുടെ പിതാവായ എഫ്രീം ഏറിയ നാള് അവരെ കുറിച്ച് ദുഃഖിച്ചു. സ്തോത്രം. തൊട്ടടുത്ത വാക്യത്തിൽ പറയാ, അവന്റെ സഹോദരന്മാർ അവനെ ആശ്വസിപ്പിക്കാൻ വന്നു. അപ്പം എഫ്രീമിന്റെ വീട്ടിൽ വരുന്നവരെല്ലാം ഇപ്പൊ എന്തോ പറയാൻ വരുവാ? അനുശോചനം പറയാനാ വരുന്നത്. MLA വരുന്നതും മന്ത്രി വരുന്നതും നാട്ടുകാർ വരുന്നതും വീട്ടുകാർ വരുന്നതും സഭക്കാർ വരുന്നതും എല്ലാം എന്തോ പറയാനാ? അനുശോചനം പറയാൻ. സ്വത്രം. ഈ ലളിതമായ ഭാഷ ഞാൻ പറഞ്ഞത് തെറ്റിദ്ധരിക്കൊന്നും ചെയ്യരുത്. അന്തപ്പടിയാ പോയ 2 പിള്ളേർ, പുത്രദുഃഖം പേറുന്ന അപ്പൻ, അനുഗ്രഹമൊക്കെ തലേ കിടപ്പുണ്ട്. പക്ഷെ ജീവിതത്തിൽ എങ്ങും എത്താതെ ഒരു വല്ലാത്ത പരുവത്തിൽ പോകുന്ന എഫ്രീം കുറെ നാൾ ദുഃഖിച്ചു. സ്തോത്രം. പിന്നെ 23-ാം വാക്യം, അവൻ തന്റെ ഭാര്യയുടെ അടുക്കൽ ചെന്നു, അവളവനെ ഗർഭം ധരിച്ചൊരു മകനെ പ്രസവിച്ചു. തന്റെ മകന് ഭവനത്തിന് അനർത്ഥം ഭവിച്ചത് കൊണ്ട് അവന് ബെരയാവ് എന്ന് പേരിട്ടു. അനർത്ഥം. സ്വന്തം മക്കൾക്ക് അനർത്ഥം എന്ന് പേരിടുന്ന ആരെങ്കിലും ഉണ്ടോ? നമ്മൾ മറ്റുള്ളവരെ നോക്കി പറയും അവനൊരു അപകടം, അനർത്ഥമാന്നൊക്കെ പറയും. അപ്പൊ ആ മനുഷ്യൻ അനുഭവിക്കുന്ന ഒരു ട്രോമ എന്താണെന്ന് നിങ്ങൾ കണ്ടോ? ആ മനുഷ്യൻ കടന്നു പോകുന്ന ഒരു സിറ്റുവേഷൻ എന്താണെന്ന് നിങ്ങൾ കണ്ടു? ജീവിതത്തിൽ ഒരു സാധ്യത ഇല്ലെന്ന് ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ. പക്ഷെ ഇവിടെയാണ് ദൈവത്തിന്റെ രക്ഷ ആരംഭിക്കുന്നത്. ഇന്ന് രാത്രി ഞാനൊരു കാര്യം പറയാം. കൗൺസിലിംഗ് സെന്റർ മുഴുവൻ തള്ളിയാലും, അഡിക്ഷൻ സെന്റർ മുഴുവൻ തള്ളിയാലും, ലോകം മുഴുവൻ തള്ളിയാലും, ആശുപത്രികൾ മുഴുവൻ തള്ളിയാലും, മനുഷ്യർ മുഴുവൻ തള്ളിയാലും അപ്പം ആരംഭിക്കുന്ന ഒരു പ്രവൃത്തിയാണ് ദൈവത്തിന്റെ പ്രവൃത്തി. ഞാനൊരു കാര്യം കൂടെ പറയാം. കൊള്ളാവുന്ന 10 പേരെ കൂട്ടുന്ന മനസ്സിലാവുന്നുണ്ടോ? ഒരിടത്തും രക്ഷയില്ലെന്ന് ലോകം പറയുന്നവനെ സ്ഥലവാസം. അവിടെ മുതൽ അവന്റെ ചരിത്രം മാറുക. ബെരയാവ്, അനർത്ഥം എന്നാ പേര്. 7:24 നോക്കിക്കേ. അവന്റെ മകൾക്ക് ശേര എന്ന് പേർ. അവൾ താഴത്തെയും മേലത്തെയും ബെത്ഖോരോനും ഉസ്സേൻ ശെരയും പണിതു. അപ്പം സാധാരണ യഹൂദന്മാരുടെ ചരിത്രത്തിൽ ആണുങ്ങളുടെ പേരെ വരത്തുള്ളൂ. പക്ഷേ അനർത്ഥമാണെന്ന് അപ്പൻ പേരിട്ടവന്റെ ഒരു പെങ്കൊച്ച്, ബെരയാവിനൊരു പെങ്കൊച്ച്. ആ പെങ്കൊച്ചിന്റെ ചരിത്രം മാറുക. അവള് തകർക്കുന്നവളായിരുന്നില്ല, അവള് ചിലത് പണിയുന്നവളായി. ഇന്ന് രാത്രി ഞാൻ പറയാം, ലോകം മുഴുവൻ ഇനി നിങ്ങൾ രക്ഷപ്പെടത്തില്ലെന്ന് പറഞ്ഞാലും നിങ്ങളുടെ തലമുറയുടെ ചരിത്രത്തെ ദൈവം മാറ്റും. നിങ്ങളുടെ തലമുറയെ ദൈവം പണിയും. ഓ ശംധന റകൽക്കടകച്ചസ്. മനസ്സിലാകുന്നവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ഇന്ന് രാത്രി ദൈവത്തിന് സ്തോത്രം. നിന്റെ തലമുറയുടെ ചരിത്രത്തെ ദൈവം മാറ്റാൻ പോവാ. അവൾ താഴത്തെയും മേലത്തെയും ബേത്ഖോരാനും ദൈവത്തിന് സ്തോത്രം ഉസ്സേൽ ശെരയും പണിതു. അപ്പം നമ്മൾ ആപത്തിനായി പ്രസവിക്കപ്പെട്ടവരല്ല. നമ്മുടെ തലമുറ ചിലതിനെ പണി. അപ്പം ശൂലേഖിന്റെ എസറിന്റെ അനർത്ഥമാണെന്ന് പറഞ്ഞ് പേരിട്ട ബെരിയാവിന്റെ തലമുറ, തലമുറയുടെ ചരിത്രം ഞാൻ പറയാമേ. 10 തലമുറയുടെ ചരിത്രം. മോന്റെ പേരാ ആ മോന്റെ കുഞ്ഞിന്റെ തലമുറയുടെ പേര്. 3-ാം തലമുറ രേശഫ്, 4-ാം തലമുറ തേലഹ്, 5-ാം തലമുറ തഹൻ, 6-ാം തലമുറ ലാദാൻ, 7-ാം തലമുറ അമ്മീഹൂദ്, 8-ാം തലമുറ എലീശാമ, 9-ാം തലമുറ നൂൻ, 10-ാം തലമുറ യോശുവ. മനസ്സിലാവുന്നുണ്ടോ? എഫ്രീം
എഫ്രീമിന്റെ മൂത്ത മോന്റെ പേര് ശൂലേഖ്. ശൂലേഖിന്റെ മോന്റെ പേര് ബേരദ്. ബേരദിന്റെ മോന്റെ പേര് തഹത്ത്. തഹത്തിന്റെ മോന്റെ പേര് എലേദ. എലാദയുടെ മോന്റെ പേര് താഹത്. താഹതിന്റെ മോന്റെ പേര് സബാദ്. സബാദിന്റെ മോന്റെ പേര് ശൂലേഖ്. എസേറും എലേദയും കൊല്ലപ്പെട്ടു. അപ്രത്യക്ഷിതമായി കയറി വന്ന ദുഃഖം, അവരുടെ സ്വപ്നം, അൺഎക്സ്പെക്റ്റഡ് ലോസ്, സ്വപ്നം മുഴുവൻ തകർത്തു. അതുകൊണ്ട് തന്നെ ദുഃഖിച്ചിരുന്ന അപ്പൻ ദുഃഖത്തിന്റെ നടുവിൽ മോന് പേരിട്ടു. എന്താ പേര്? ബെരിയാവ്. ബെരിയാവിന്റെ മോന്റെ പേര് രേഷഫ്. രേഷഫിന്റെ രേഫഹ്. രേഫഹിന്റെ മോന്റെ പേര് രേഷഫ്. രേഷഫിന്റെ മോന്റെ പേര് തേലഹ്. തേലഹിന്റെ മോന്റെ പേര് തഹൻ. തഹന്റെ മോന്റെ പേര് ലാദൻ. ലാദന്റെ മോന്റെ പേര് അമ്മീഹൂദ്. അമ്മീഹൂദിന്റെ മോന്റെ പേര് എലീശാമ. എലീശാമയുടെ മോന്റെ പേര് നൂൻ. നൂന്റെ മകന്റെ പേര് യോശുവ. അപ്പം എഫ്രീമിന്റെ 10ാം തലമുറയിൽ ഒരു ജനനം നടക്കുക. ആ ജനനത്തിൽ ഒരു മോനുണ്ടാകുന്നു, പേര് യോശുവ. എന്താ ഈ യോശുവയ്ക്കുണ്ടായ സാധ്യത? ഒരു സാധ്യതയില്ലാത്ത ഒരു കുടുംബത്തിൽ കറങ്ങി 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 നാശകോടാലിയാകാൻ വിളിപ്പിക്കപ്പെട്ട ഒരു കുടുംബത്തിൽ, അങ്ങനെ ഒരു കുടുംബത്തിൽ ജനിച്ചപ്പെട്ടവന്റെ ചരിത്രം മാറ്റിയത് എന്താ? വായിച്ചോ, ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. ആവർത്തന പുസ്തകം 34-ാം അധ്യായത്തിന്റെ 9-ാമത്തെ വാക്യം. നൂന്റെ മകനായി യോശുവെ മോശ കൈവച്ച് അനുഗ്രഹിച്ചത് കൊണ്ട് അവൻ ജ്ഞാനസമ്പൂർണനായി തീർന്നു. യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ അപ്പം നോക്കിക്കേ, ഒരു കാര്യം ഓർത്തോണം. ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നവരൊക്കെ കണ്ടോണം, ഒരു കാര്യം ശ്രദ്ധിച്ചോണം. നിന്റെ നാട്ടുകാരും വല്യപ്പനും തലതൊട്ടപ്പനും ഒന്നും അനുഗ്രഹിച്ചിട്ട് രക്ഷപ്പെട്ടില്ലല്ലോ. ഒരഭിഷക്തൻ കൈവച്ച് പ്രാർത്ഥിച്ചാൽ നിന്റെ വീടിന്റെ ചരിത്രം മാറും. നമ്മുടെയൊക്കെ അനുഭവം അതല്ലേ? അല്ലേ? അയ്യോ, അഭിഷക്തന്മാര് കൈവച്ച് പ്രാർത്ഥിച്ചപ്പോ ഒന്ന് ഓർത്തു നോക്കിക്കേ. ഞാനത് പറയുമ്പോ ചങ്ക് പൊട്ടി കരഞ്ഞു പോകും. എന്റെ വീടിന്റെ ചരിത്രം മാറ്റിയത് ദൈവദാസന്മാര് തലേ കൈവച്ച് പ്രാർത്ഥിച്ച പ്രാർത്ഥന. ഇല്ലായ്മകളുടെ നടുവിൽ കർത്താവിന്റെ ദാസന്മാരെ സ്നേഹിച്ച് ചേർത്ത് പിടിച്ച് വീട്ടിൽ കെട്ടിക്കൊണ്ടുവന്നു. പലരും ആട്ടി ഇറക്കി വിട്ടപ്പോ വീട്ടിൽ ചേർത്ത് പിടിച്ച് കയറ്റിക്കൊണ്ടുവന്നു. ചെണ്ടമുറിയൊക്കെ പുഴുകിക്കൊടുത്ത് കാന്താരി മുളക് ഉടച്ചു കൊടുത്ത് അവരെ സ്നേഹിച്ച മാതാപിതാക്കളുടെ നടുവിൽ വെച്ച് അനുഗ്രഹിച്ചപ്പോ ദൈവത്തിന്റെ അനുഗ്രഹം. എത്ര തിരക്ക് പിടിച്ച യോഗത്തിൽ ഞാൻ പോയാലും, എത്ര പ്രസംഗിച്ചാലും, ആരെങ്കിലും പ്രാർത്ഥിക്കാൻ മുന്നോട്ട് വന്നാൽ ഞാൻ പ്രാർത്ഥിക്കാതെ പോത്തില്ല. എൻ്റെ ഒരു അനുഭവം. കാരണം 27 വർഷം ഞാൻ പോയി പ്രസംഗിച്ച സ്ഥലം തമിഴ്നാട്. അവിടെ ഒരു ഗ്രാമത്തിൽ ഒരിക്കൽ പ്രസംഗിക്കുക. പകല് പ്രസംഗം കഴിഞ്ഞ് 100 കണക്കിന് പേര് പ്രാർത്ഥിക്കുക. നിങ്ങളൊക്കെ തമിഴ്നാട്ടിൽ പോയി ശുശ്രൂഷിച്ചിട്ടുള്ളവരറിയാം. ആ കൂട്ടത്തിൽ 2-3 മണിക്കൂർ കഴിയും. ഞാനങ്ങ് മടുത്തു. ലാസ്റ്റ് ആയപ്പോൾ ഒരമ്മ പ്രാർത്ഥിക്കാൻ വന്നു. ഏറ്റവും ലാസ്റ്റ് 4 മണിയായി. ഞാൻ പറഞ്ഞു, അമ്മച്ചി വൈകിട്ട് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. അമ്മച്ചി ചിരിച്ചോണ്ടങ്ങ് പോയി. പക്ഷെ വൈകിട്ടത്തെ യോഗത്തിന് അമ്മച്ചി വന്നില്ല. വൈകിട്ട് വരാനായിട്ട് വീട്ടിൽ പോയി കിടന്നു. ദൈവസേനയിൽ ചേർക്കപ്പെട്ടു. പാസ് അത് വന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകളെ ഞാൻ മറന്നു. പക്ഷെ പ്രാർത്ഥിക്കാതെ പോയ അമ്മച്ചിയെ ഞാൻ മറക്കത്തില്ല. എനിക്കത് പറ്റിയില്ലല്ലോ. എൻ്റെ പൊന്നു ദൈവാസന്മാരെ, ഏറ്റവും വലിയ ശുശ്രൂഷ എന്ന് പറയുന്നത് ദൈവമക്കളെ ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അതുകൊണ്ട് എപ്പോഴൊക്കെ അവസരം കിട്ടിയാലും, നിങ്ങൾ വലിയ പ്രസംഗമൊന്നും പ്രസംഗിച്ചില്ലേലും, നിങ്ങൾ വലിയ തകർപ്പം പരിപാടി ഒന്നും നടത്തിയില്ലേലും, നമ്മുടെ കയ്യിൽ ദൈവം തന്നിരിക്കുന്ന ദൈവമക്കളെ ഒന്ന് ചേർത്ത് പിടിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ചാൽ അതിനകത്ത് വെളിപ്പെടുന്ന ഒരാത്മാവുണ്ട്. മോശ ഹൃദയം തുറന്ന് അനുഗ്രഹിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, യോശുവയുടെ മേൽ ഒരു അനുഗ്രഹം വരിക.
10 തലമുറയ്ക്കപ്പുറത്ത് ചള്ളക്കുഴിക്കകത്ത് കിടന്ന് കറങ്ങിയ വണ്ടി പോലെ കറങ്ങിക്കൊണ്ടിരുന്ന ആ വീടിന്റെ ചരിത്രം, ആ ശാപത്തിന്റെ ചരിത്രം, ആ തോൽവിയുടെ ചരിത്രം ശബനാൽ. ഇന്ന് രാത്രി എനിക്കൊരു കാര്യം ഉറപ്പാ, ദൈവസന്നിധിയുടെ പ്രത്യേകത അതാ. അവിടെ മാറാത്ത ഒരു ശാപവും ഇല്ല, അവിടെ അഴിയാത്ത ഒരു ബന്ധനവും ഇല്ല, അവിടെ തകരാത്ത ഒരു കെട്ടുമില്ല. ഹല്ലേലൂയ. ദൈവദാസനവനെ ചേർത്ത് പിടിച്ച് പ്രാർത്ഥിച്ചപ്പോൾ അവൻ ഞാൻ ആത്മാവിനാൽ നിറയപ്പെടുക. ഈ ദൈവാത്മാവിന്റെ ഒരു പ്രത്യേകത, നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവിനെ കുറിച്ചുള്ള പ്രവചനത്തിൽ യെശയ്യാപ്രവാചകന്റെ പുസ്തകം പറയുന്നുണ്ട്, 11-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം, അവന്റെ മേലെ യഹോവയുടെ ആത്മാവ് ആവസിക്കും, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും ബലത്തിന്റെയും ആത്മാവ്. അടുത്തത് പറയും, യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. ദൈവത്തിന് സ്തോത്രം. ഇപ്പം മോശ കൈവച്ചപ്പോ അവന്റെ മേലൊരു അധികാരം വ്യാപരിക്കുക. ആ അധികാരം എന്താ? ആ അധികാരം ആ സംഖ്യാപുസ്തകം 27:16 മുതലുള്ള വാക്യം. സംഖ്യാപുസ്തകം 27:16 മുതലുള്ള വാക്യം എന്താ അവിടെ എഴുതിയിരിക്കുന്നത്? സംഖ്യ 27:16 മുതലുള്ള വാക്യം അവിടെ എഴുതിയിരിക്കുന്നത് കണ്ടോ? 27:16 അവന് യോശുവയോട് 27:16 വാക്യം. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും അകത്തു കൊണ്ടുവരുവാനും സകല ജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂന്റെ മകനായ യോശുവയെ വിളിച്ച് അവന്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസറിന്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണുകെ അവന് ആജ്ഞ കൊടുക്ക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവന്റെ മേൽ വയ്ക്കണം. കണ്ടോ ഇവിടെ പറയുന്ന കേട്ടോ, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്തു കൊണ്ടുപോകുവാനും. അപ്പൊ ഒരു ദൈവദാസനെ ദൈവം അധികാരപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ? മുമ്പിൽ പോകാനും മുമ്പിൽ വരാനും, സഭയെ ദൈവത്തിന്റെ ആലോചന പ്രകാരം അടുത്ത ഒരു ആത്മതലത്തിലേക്ക് നയിക്കാനുമാണ്. മനസ്സിലാകുന്നുണ്ടോ? ചുമ്മാത് ഒരു കൂട്ടായ്മ നടത്തി സ്വോത്രകാഴ്ചയും മേടിച്ച് കുറച്ച് ആഹാരവും കഴിച്ച് അങ്ങനെ കഴിച്ചും കുടിച്ചും പോകാനല്ല. ഒരഭിഷക്തനെ കുറിച്ച് ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ആ അഭിഷക്തനെ കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി സഭയുടെ നിയോഗവുമായിട്ട് കണക്റ്റഡാ. യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെ പോലെ ആകാതിരിക്കാൻ തക്കവാണ്. അപ്പം ചിന്നിച്ചിതറാതിരിക്കാൻ, പുറത്തു കൊണ്ടുപോകാൻ, അകത്തു കൊണ്ടുവരുവാൻ, മുമ്പായി നടക്കാൻ ദൈവം അഭിഷേകം ചെയ്തപ്പം ജനം യോശുവയോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്. യോശുവ 1:16 മുതലുള്ള വാക്യം. അവൻ യോശുവയോട്, നീ ഞങ്ങളോട് കൽപ്പിച്ചതൊക്കെയും ഞങ്ങൾ ചെയ്യും, ഞങ്ങളെ അയക്കുന്നിടത്തൊക്കെയും ഞങ്ങൾ പോകും, ഞങ്ങൾ മോശയെ സകലത്തിലും അനുസരിച്ചതുപോലെ നിന്നെയും അനുസരിക്കും. നിന്റെ ദൈവമായ യഹോവ മോശയോടുകൂടെ ഇരുന്നതുപോലെ നിന്നോടുകൂടെ ഇരുന്നാൽ മതി. ആരെങ്കിലും നിന്റെ കൽപ്പന മറുക്കുകയും നീ കൽപ്പിക്കുന്ന യാതൊന്നിനെയും നിന്റെ വാക്ക് അനുസരിക്കാതിരിക്കുകയും ചെയ്താൽ അവൻ മരിക്കണം. ഉറപ്പും ധൈര്യമുള്ളവനായി മാത്രം ഇരുന്നാലും എന്ന് ഉത്തരം പറഞ്ഞു. അപ്പം ഏത് തകർച്ചയുള്ള കുടുംബത്തിലാ നീ ജനിച്ചതെങ്കിലും നിന്റെ ഇന്നലകട ചരിത്രത്തെ ദൈവം ഒന്ന് തൊട്ടാൽ നിന്റെ മേലൊരു അധികാരം വ്യാപരിക്കും. ഇന്ന് ഒത്തിരി അഭിഷക്തന്മാർ ഇതിനകത്ത് തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഡ്രൈവ് ചെയ്യുന്നവർ എപ്പോഴും നോക്കുന്നത് പുറമോട്ടുള്ള കണ്ണാടിയല്ല, എപ്പോഴും നോക്കുന്നത് മുന്നോട്ടുള്ള കണ്ണാടിയാണ്. പുറമോട്ടുള്ള കണ്ണാടി നോക്കുന്നതിൻ്റെ പിൻപിൽ ഒരു ഉദ്ദേശമുണ്ട്.
അതെപ്പോഴും ചെറിയൊരു കണ്ണാടി. പക്ഷെ മുന്നിലോട്ട് നോക്കാൻ വലിയൊരു കണ്ണാടി ഉണ്ട് കേട്ടോ. വലുതും വിശാലവും ഒരു വാതിലാ ദൈവം നിന്റെ മുമ്പിൽ തുറന്നു വെച്ചിരിക്കുന്നു. അതിലേ കൂടെ മുന്നോട്ട് നോക്കാൻ ഇന്ന് രാത്രികാലം നമുക്ക് കഴിയട്ടെ. സ്തോത്രം. ശരിക്കും യോശുവയോട് ദൈവം പറയുക, ഞാൻ നിന്നെ കൈവച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയാം? ഇന്ന് വരെ ഇല്ലാത്ത ഒരു നിയോഗത്തിലേക്ക് സഭയെ നയിക്കാനാണ്. എനിക്ക് ഈ പ്രാർത്ഥനാ ധ്വനിയോട് മൊത്തം പറയാനുള്ളത്, ദൈവത്തിന് സ്തോത്രം, നിങ്ങളെക്കുറിച്ചുള്ള ഒരു ദൈവത്തിന്റെ പദ്ധതി നിറവേറാൻ പോവുക. യോശുവയുടെ മേലൊരു അഭിഷേകത്തിന്റെ സ്പർശനം ഉണ്ടായപ്പോൾ 2 കാര്യമാണ് സംഭവിക്കുന്നത്. എന്തൊക്കെയാ സംഭവിക്കുന്നത്? യോശുവ 2:1, 3:1, 6:1. യോശുവ 2:1, 3:1, 6:1 വായിച്ചു നോക്കിക്കോ. യോശുവ 2:1 എന്താ? അനന്തരം നൂന്റെ മകനായ യോശുവ രഹസ്യമായി ഉറ്റുനോക്കേണ്ടതിന് ശിത്തീമിൽ ശിത്തീമിൽ നിന്ന് നിന്ന് 2 പേരെ പേരെ അയച്ചു. 3-ാം അധ്യായത്തിൽ അത് തന്നെ പറയുന്നത്. 6-ാം അധ്യായത്തിൽ എരികോവിന്റെ തകർച്ചയെ കുറിച്ചാണ് പറയുന്നത്. ഞാൻ ഈ ശിത്തീമിനെ ഇച്ചിരി ഒന്ന് വിവരിക്കാം. യോവേൽ 3:18 പറഞ്ഞിട്ടുണ്ട്, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും. യോവേൽ 3:18. ഞാൻ ഈ വാക്യങ്ങൾ ഒത്തിരി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയാ. 3:18, അന്നാളിൽ പർവ്വതങ്ങൾ പുതുവീഞ്ഞു പൊഴിക്കും, കുന്നുകൾ പാലൊഴിക്കും, യഹോവയുടെ ആലയത്തിൽ നിന്ന് ഒരു ഉറവ പുറപ്പെടും, അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. എന്താ? യഹോവയുടെ ആലയത്തിൽ നിന്നൊരു ഉറവ പുറപ്പെടും, അത് ശിത്തീം താഴ്വരയെ നനയ്ക്കും. ശിത്തീമിനുണ്ടായ മാറ്റം, ശിത്തീമിനുണ്ടായ മാറ്റം എന്താണെന്ന് നിങ്ങൾ അറിയണമെങ്കിൽ ശിത്തീമിനുണ്ടായ പഴക്കം എന്താണെന്ന് നിങ്ങൾ അറിയണം. മീകാ പ്രവാചകന്റെ പുസ്തകം 6-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ശിത്തീമിനുണ്ടായ പഴക്കം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. മീക 6:5, എൻ്റെ ജനമേ, നിങ്ങൾ യഹോവയുടെ നീതിപ്രവർത്തികളെ അറിയേണ്ടതിന് മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞത് ശിത്തീം മുതൽ ഗിൽഗാൽ വരെ സംഭവിച്ചത് ഓർക്കുക. അപ്പം ശിത്തീമിൽ എന്തോ ഒന്ന് സംഭവിച്ചു. അത് എവിടെ വരെ നടന്നു? എവിടെ വരെ വന്നു? ഗിൽഗാൽ വരെ വന്നു. ശിത്തീം മുതൽ ഗിൽഗാൽ. എന്താ ശിത്തീമിൽ സംഭവിച്ചത്? അത് അവിടെ എഴുതിയിട്ടുണ്ട്. മോവാബ് രാജാവായ ബാലാക്ക് ആലോചിച്ചതും ബയോരിന്റെ മകനായ ബിലയാം ഉത്തരം പറഞ്ഞത്. അപ്പം ബാലാക്കിന്റെയും ബിലയാമിന്റെയും ഗൂഢാലോചന. അതുകൊണ്ടല്ലേ യൂദാ പറയുന്നത് ബിലയാമിന്റെ ആലോചനയാണ്, അല്ലേ? അപ്പം ശിത്തീമിൽ ജനത്തെ തളച്ചത് ബിലയാമിന്റെ ആലോചനയാണ്. എന്തായിരുന്നു ബിലയാമിന്റെ ആലോചന? സംഖ്യാപുസ്തകം 23 മുതൽ പഠിക്കണം. സംഖ്യ 23 വരുമ്പോ ഇസ്രായേൽ ജനം ഇങ്ങനെ നിൽക്കുമ്പോഴാ അവരെ ശപിക്കാനായിട്ട് ആര് വരുന്നത്? ബാലാക്ക് ബിലയാമിനെ കൂട്ടുപിടിച്ചുകൊണ്ട് വരും. പക്ഷെ വന്നേച്ച് ബിലയാം പറഞ്ഞു, പറ്റത്തില്ല, ഇവരെ ഇപ്പൊ ശപിക്കാൻ പറ്റത്തില്ല. അപ്പൊ ബാലാക്ക് പറഞ്ഞു, കാശും കൊടുത്ത് സ്വത്രാഴ്ചയും മേടിച്ച് ഫ്ലൈറ്റ് ടിക്കറ്റും എടുത്ത് ഇവിടം വരെ കൊണ്ടുവന്നത് ശപിക്കാനാ. അങ്ങനെ പറഞ്ഞു, ഈ കണ്ടീഷനിൽ ശപിക്കാൻ പറ്റത്തില്ല. അപ്പൊ ചോദിച്ചാൽ അതിനാ കാര്യം? 4 കാര്യ. പെന്തിക്കോസ്തുകാർക്ക് ശാപം വെക്കാൻ ചേരുന്നതിന് 4 കാര്യമുണ്ട് കേട്ടോ, ഓർത്തോണം. സംഖ്യ 23:9, ശിലാഗ്രഹങ്ങളിൽ ഞാനവനെ കാണുന്നു, ഗിരികളിൽ ഞാനവനെ ദർശിക്കുന്നു, ഇതാ തനിച്ചു പാർക്കുന്നൊരു ജനം. അപ്പം ശാപം വെക്കാൻ ഞാൻ ഒന്നാമത്തെ കാരണം സെപ്പറേഷൻ, വേർപാട്. അവര് മാത്രമല്ല സ്നാനപ്പെട്ടവരുടെ ഫോൺ വരെ സ്നാനപ്പെട്ടതാ. വേർപാട്. ഇനി 21-ാം വാക്യം, യാക്കോബിൽ തിന്മ കാണുവാനില്ല. മടി കനമുള്ളവൻ വഴി പേടിച്ചാ പോരായോ? വേർപാട് മാത്രമല്ല, കൈവിശുദ്ധ, തിന്മയില്ല, അടിമൂടി അവൻ വിശുദ്ധനാ. ഇനി അടുത്ത വാക്യം,
രാജകോലാരാധന. രാജകോലാനുഭവത്തിന് തുല്യമായ ബലവാനും 2 ആരാധന, 4 ആരാധന, അധികാരം. ഒന്നുകൂടെ പറഞ്ഞേ, വേർപാട്, വിശുദ്ധി, ആരാധന, അധികാരം. ബിലെയാം പറഞ്ഞ പറ്റത്തില്ല. അപ്പോഴാ ബാലാക്കിനും ബിലെയാം ഒരു ബുദ്ധി പറഞ്ഞു. ബാലാക്ക് പറഞ്ഞു, ഇവിടം വരെ വന്നത് ശപിക്കാൻ, ശപിച്ചേ പോകാൻ പറ്റത്തു. അങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുത്തതാ മീക 6:5 പറയുന്നത്. എന്തായിരുന്നു ആ ബുദ്ധി? സംഖ്യ 25:1. ഇസ്രായേൽ ജനം ശിത്തീമിൽ പാർക്കുമ്പോൾ ജനം മോബാബിയ സ്ത്രീകളുമായിട്ട് എന്തുകൂടി? പരസംഗം. അപ്പൊ അവരങ്ങ് മിക്സഡായി. അവരുടെ ദൈവകൃപ നഷ്ടപ്പെട്ടു. അവര് ശേഷം മനുഷ്യരെ പോലായപ്പോ എന്തോ സംഭവിച്ചു പ്രിയപ്പെട്ടവരെ? അവര് കിടന്ന് കറങ്ങാൻ തുടങ്ങി. ഒരർത്ഥത്തിൽ പറഞ്ഞ മോശയ്ക്ക് പോലും അവരെ സഹായിക്കാൻ പറ്റി. ശിത്തീമിൽ കിടന്ന് കറങ്ങുന്ന സഭ. പക്ഷെ ഇവിടെയാണ് ദൈവം ഒരു മനുഷ്യനെ അഭിഷേകം ചെയ്തത്. ഇന്ന് രാത്രി ഞാനൊരു ദൂത് പറയാം. ഏറ്റവും തകർന്ന കുടുംബത്തിലാണ് നീ ജനിച്ചത്. ഏറ്റവും കറങ്ങുന്ന സഭയിലാണ് നീ ശുശ്രൂഷിക്കുന്നത്. പക്ഷെ ഇതൊന്നും ദൈവത്തിനൊരു വിഷയമല്ല. ദൈവത്തിന്റെ ഒരു സ്പർശനം നിന്റെ മേലുണ്ടായാൽ നീയും രക്ഷപ്പെടും, നിന്റെ കുടുംബവും രക്ഷപ്പെടും, സഭയും രക്ഷപ്പെടും. ശബനാരകൽക്കടൽ. യോശുവ 4:14 എല്ലാവരുടെയും മുമ്പിൽ ദൈവം യോശുവയെ വലിയവനാക്കി. അന്ന് യഹോവ യോശുവയെ എല്ലാ ഇസ്രായേലിന്റെ മുമ്പാകെ വലിയവനാക്കി. അവർ മോശയെ ബഹുമാനിച്ചതുപോലെ അവനെയും അവന്റെ ആയുഷ്കാലത്തൊക്കെയും ബഹുമാനിച്ചു. അപ്പോ ഒരു ബഹുമാനം കിട്ടി. ജീവിതം മാറാൻ തുടങ്ങി. പക്ഷെ നിന്റെ നിയോഗം തീർന്നിട്ടില്ല കേട്ടോ. നമ്മുടെയൊക്കെ പ്രശ്നം ഇതാ, ബഹുമാനത്തിൽ നമ്മൾ അങ്ങ് ഒതുങ്ങും. ബഹുമാനത്തിൽ ഒതുങ്ങരുത്, നിയോഗം നിൽക്കുക. നിയോഗം മോശ പറഞ്ഞത് ഒരു നിയോഗം കിടപ്പുണ്ട്. ആവർത്തനം 9:1. എന്താ നിയോഗം? ഇസ്രായേലെ, നീ ഇന്ന് യോർദാൻ കടന്ന് നിന്നേക്കാൾ വലിപ്പവും ബലവുമുള്ള അനാക്യരെന്ന ജാതിയെയും ആകാശത്തോളം ഉയർന്നു നിൽക്കുന്ന മതിലുള്ള പട്ടണത്തെയും എതിർക്കാൻ പോകുന്നു. നീ അവരെ അറിയുന്നുവല്ലോ. അനാക്യന്റെ മുമ്പിൽ നിൽക്കാവുന്നവൻ ആരെന്നൊരു ചൊല്ലു നീ കേട്ടിട്ടുണ്ടല്ലോ. നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി അനാക്യന്റെ മുമ്പിൽ നിനക്ക് മുമ്പേ പുറപ്പെടും. അപ്പൊ യോർദാൻ കടന്നതുകൊണ്ട് തൃപ്തനാകരുത്. യെരിഹോ തകർന്നതുകൊണ്ട് നീ തൃപ്തനാകരുത്. നിന്നെ ദൈവം അഭിഷേകം ചെയ്തിരിക്കുന്നത് നിയോഗം. അനാക്യർ എന്ന ജാതി. ആരായി അനാക്യർ? മുൻകാല കനാന്യ ജനതയിൽ നിന്ന് ശേഷിച്ച മല്ലന്മാരുടെ ഒരു ഗ്രൂപ്പാണ്. അവരുടെ ശാരീരിക അവസ്ഥ വെളിപ്പെടുത്തുന്ന കുറെ വാക്യം ഞാൻ പറയാം. 10:21-21-9 അവരുടെ ശരീരഭാഷ വെളിപ്പെടുന്നു. അപ്പൊ തന്നെ ആമോസ് അവരെ കുറിച്ച് പ്രവചിക്കുന്ന ഒരു പ്രവചനമുണ്ട്. ഒന്ന് നോക്കിക്കേ. ആമോസിന്റെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ആമോസിന്റെ പ്രവചനം 6-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യം. ഇതൊരു വലിയ സീക്രട്ടാണ് കേട്ടോ. ആമോസ് 6:2. നിങ്ങൾ കൽപ്പനയ്ക്ക് ചെന്ന് നോക്കുവീൻ, അവിടെ നിന്ന് മഹതിയായ ഹമാത്തിലേക്ക് പോകുവീൻ, ഫെലിസ്ത്യരുടെ ഗത്തിലേക്ക് ചെല്ലുവീൻ. അപ്പം ഈ 5 ഫെലിസ്ത്യ പട്ടണങ്ങൾ
യോശുവ 13:13 അതിനെ കുറിച്ചുണ്ട്. ഗത്ത്, ഗാസ, അസ്തോദ്, അസ്കലോൻ, എക്കോൺ. ഒന്ന് നോക്കിക്കേ 13:3. 5 ഫെലിസ്ത്യ പട്ടണങ്ങളിൽ ഒന്നാ ഗത്ത്. 13:3 യോശുവ. അവിടെ എഴുതിയിരിക്കും. അസ്തോദ്യൻ, അസ്കലോന്യൻ, ഗിത്യൻ, എക്രോന്യൻ എന്നീ 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരും. അപ്പം ശരിക്കും ഫെലിസ്ത്യര് താമസിക്കുന്ന ഒരു സ്ഥലം അത് ഗത്ത്, ഗത്യം. പാലസ്തീന്റെ തെക്കൻ തീരപ്രദേശത്തെ കുറിച്ചാണ് ഈ പറയുന്നത്. യോശുവ 11:22 അനാക്കിലെ ഒരു പട്ടണമായിട്ടായി ഗത്തിനെ നമുക്ക് കാണാൻ പറ്റുന്നു. അനാക്കിലെ ഒരു പട്ടണം. 11:22 ഒന്ന് നോക്കിക്കേ. യോശുവ 11:22. ഗത്തിലും അസ്തോദിലും മാത്രമല്ലാതെ ഇസ്രായേൽ മക്കളുടെ ദേശത്തെങ്ങും ഒരു അനാക്കിനും ശേഷിച്ചിരുന്നില്ല. അണ്ടോ എന്നാ ശേഷിക്കാഞ്ഞതിന്റെ കാരണം? 11:21 ഒന്ന് വായിച്ചു നോക്കിക്കേ. 11:21. എനിക്കറിയാം സമയം ഏകദേശം ആകുന്നെന്ന്, പക്ഷെ ഇത് പറഞ്ഞേച്ച് ഞാൻ നിർത്താം. 11:21. യോശുവ ചെന്ന് മലനാടായ ഹെബ്രോൻ, ദബീർ, അനാബ്, യഹൂദ മലനാട്, ഇസ്രായേലിയ മലനാട് എന്നീ ഇടങ്ങളിൽ നിന്നൊക്കെയും അനാക്യരെ സംഹരിച്ചു. ഉണ്ടോ ഇവര് എവിടെല്ലാം ഉണ്ടായിരുന്നു? ഇസ്രയേലിൽ മുഴുവൻ കയറി കിടപ്പുണ്ടായിരുന്നു. 5 ഫെലിസ്ത്യ പ്രഭുക്കന്മാരിൽ ഒരുത്തരായിരുന്നു ആര്? ഗത്തുകാരൻ. ശരിക്കും ഇനി ഒന്ന് തിരിച്ച് 1 ദിനവൃത്താന്ത പുസ്തകത്തിലോട്ട് പോയി. തിരിച്ച് 1 ദിനവൃത്താന്ത പുസ്തകത്തിലോട്ട് പോയിട്ട് ആ 7-ാം അധ്യായത്തിൽ എഫ്രൈമിന്റെ വംശപാരമ്പര്യം ഒന്നെടുത്ത്. മൂത്ത മോൻ ശൂലേൻ, രണ്ടാമത്തവൻ വായിക്കണ്ട. രണ്ടാമത്തവൻ ഏസർ, മൂന്നാമത്തവൻ എല്ലാതെയും. ഏസറിനെ എല്ലാതെയും കൊന്നുകളഞ്ഞതാരാ? ആരാ പ്രിയപ്പെട്ടവരെ? അപ്പൊ 10 തലമുറയ്ക്ക് അപ്പുറത്ത് വീട്ടിൽ ദുരന്തം വിതച്ച അന്ധകാര ആധിപത്യത്തെ അഭിഷേകമുള്ളവൻ സ്പർശിച്ചപ്പോ ഗത്യര് മുഴുവൻ എന്ത് ചെയ്തു? വല്ലതും പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നിന്നെ ദൈവം കൈവച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയോ? കൊല്ലങ്ങളായി വീടിന് നേരെ നിൽക്കുന്ന, തലമുറയ്ക്ക് നേരെ നിൽക്കുന്ന, തലമുറയായിട്ട് നിൽക്കുന്ന ചില അന്ധകാരത്തിന്റെ ആ ശാപത്തിന്റെ കെട്ടിനെ പൊട്ടിച്ച് ശബനാരകൽ കടകച്ച്. ഞാൻ ഈ ദൂത് കിട്ടിയപ്പം ഇന്ന് രാത്രി ഇത് പ്രസംഗിക്കണമെന്ന് ദൈവത്തോട് പലവട്ടം ചോദിച്ചു. നേരെ കർത്താവിന്റെ ആത്മാവിനോട് പറഞ്ഞു, പ്രാർത്ഥനാധ്വനിക്കാത്ത ഇത് മാത്രം പറയാനാ പറഞ്ഞു. ഇത് പ്രാർത്ഥനാധ്വനിക്കാത്തല്ല, പിന്നെ എവിടാ പറയണ്ടേ? ഇന്ന് രാത്രി കൊല്ലങ്ങൾക്ക് മുമ്പ് നിന്റെ വീടിനെ ഒതുക്കി ശാപം വിതച്ച് കിടക്കുന്ന ചില അന്ധകാര ശക്തികളെ വെട്ടിമാറ്റാൻ. പക്ഷെ യോശുവയ്ക്ക് ഒരു കാര്യം ചെയ്യാൻ പറ്റിയില്ല. യോശുവ 11:21 ചെന്ന് ഇസ്രയേലിൽ നിന്ന് മുഴുവൻ ഗത്യരെ നിർമൂലമാക്കി. പക്ഷെ അവർ ഫെലിസ്ത്യദേശത്ത് പോയി പാർത്തു. സ്തോത്രം. അതാണ് പിന്നെ എന്ത് ചെയ്തത്? കാലങ്ങൾ കഴിഞ്ഞപ്പോൾ രൂപാന്തരം പ്രാപിച്ച് ആരായിട്ട് വന്നത്? 1 ശമൂവേൽ 17:4 ഗത്യനായ ഗോലിയാത്ത്. ദാവീദ് അവനെ പിന്നെ നിർമൂലമാക്കുന്നത്. ഞാൻ പറഞ്ഞതിന്റെ താല്പര്യം, ദൈവം നമുക്കൊരവസരം തരുമ്പോൾ, ദൈവം നമുക്കൊരു നിയോഗം തരുമ്പോൾ, ദൈവം നമുക്കൊരു കാലം തരുമ്പോൾ, ദൈവം നമുക്കൊരു ശുശ്രൂഷ തരുമ്പോൾ എന്ത് ചെയ്യരുത്? അതിനെ കോംപ്രമൈസ് ചെയ്യരുത്. ശക്തമായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടണം. ഈ ദൈവത്തിന്റെ പെട്ടകം അവരെവിടെ എടുത്തോണ്ട് പോയത്? അസ്തോദിലേക്ക് അല്ലേ? ദൈവത്തിന്റെ പെട്ടകം എടുത്ത് കൊണ്ടുപോയി എവിടെ വെച്ചു? അവരുടെ ക്ഷേത്രത്തിൽ അല്ലേ? സ്തോത്രം. ഈ അസ്തോദിയ ശക്തിയൊക്കെ പിറ്റേ ദിവസം കീഴടങ്ങുന്നുണ്ട്. തലയും കൈപ്പത്തിയും എല്ലാം മുറിഞ്ഞു, പക്ഷെ ഉടലിൽ ശേഷിക്കുന്നുണ്ട്.
അതൊരു മത്സ്യകന്യകയാന്നാ പറയുന്നത്. ഈ അസ്തോദില പിന്നെ പീലിപ്പോസ് ദൈവാത്മാവിനാൽ എടുക്കപ്പെട്ട് ചെല്ലുന്നത് അല്ലേ? ശരിക്കും കാലുകുത്താൻ പറ്റാത്തിടത്ത് അഭിഷേകമുള്ളവനെ ദൈവാത്മാവ് എന്ത് ചെയ്യുക? എടുത്തോണ്ട് പോവുക. ഈ ദിവസങ്ങളിൽ നിന്നെ മുന്നോട്ട് വിടത്തില്ലെന്ന് പറയുന്ന ചിലതിനെ കീഴടക്കിയിട്ട് അവിടെ ദൈവാധിപത്യം വെളിപ്പെടുത്താൻ ശബനാരകൽക്കടക ദൈവത്തിന്റെ ഒരു തെരഞ്ഞെടുപ്പ് നമ്മുടെ മേൽ ഉണ്ടെന്ന് തിരിച്ചറിയുന്ന എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഇന്ന് രാത്രി ഞാനിത് കൂടുതലൊന്നും പറയുന്നില്ല. രാത്രി പിന്നെയും പൗർഷൻ എനിക്ക് 12:30 പ്രസംഗിക്കാൻ പോണം ഇവിടെ. ഞാനതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, അന്ധകാരാധിപത്യത്തെ തകർക്കാൻ ദൈവം നിയോഗിച്ചിരിക്കുന്ന സമയത്ത് കോംപ്രമൈസ് ചെയ്യരുത്. അവർ കോംപ്രമൈസ് ചെയ്തതുകൊണ്ട് എന്ത് സംഭവിച്ചു? പിന്നെ രാജാവിൻ്റെ വരെ മുട്ടുവിറച്ചു ഗോലിയാത്തിന്റെ മുമ്പ്. പക്ഷെ പിന്നീട് വന്ന ദൈവത്തിന് സ്തോത്രം, ദാവീദിന്റെ ഭൃത്യന്മാർ 1 ശമൂവേൽ 17:4 ഗത്തിന്റെ ചരിത്രമാണെങ്കിൽ 21:20-22 വാക്യം 2 ശമൂവേൽ 21:20-22 വാക്യം ദാവീദിന്റെയും അവന്റെ ഭൃത്യന്മാരുടെയും കയ്യാൽ ഗത്യരെന്ത് ചെയ്തു പോയി? പട്ടുപോയി. അപ്പൊ കൊല്ലങ്ങൾക്ക് മുമ്പ് വീടിനകത്ത് നാശം വിതച്ച് മുന്നോട്ട് പോകാൻ അനുവദിക്കാതെ കറക്കി കെട്ടിവെച്ചിരിക്കുന്ന ചില ആധിപത്യങ്ങളെ പൊട്ടിച്ചു മാറ്റിയേച്ച് ഈ ദിവസങ്ങളിൽ ദൈവങ്ങളുടെ സ്വാതന്ത്ര്യം വെളിപ്പെടുത്താനാ ക്രിസ്തു നമ്മെ സ്വതന്ത്രരാക്കിയതെന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ട്. പഴയ നിയമത്തിൽ ഒരു യോശുവയ്ക്ക് അത് സാധിച്ചെങ്കിൽ ഇന്ന് രാത്രികാലം സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളാലും ക്രിസ്തുവേശുവിൽ ദൈവം നമ്മെ നിറയ്ക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുവേശുവിലൂടെ ജാതികൾക്ക് വരേണ്ടതിന്. ഈ ദിവസങ്ങളിൽ ചില ആധിപത്യങ്ങളെ പൊട്ടിച്ചു മാറ്റി, ചില അന്ധകാര ശക്തികളെ തകർത്തു മാറ്റി, ശബനാരകൽ കടകക്ഷസ് ദൈവങ്ങളുടെ അധികാരത്തെ വെളിപ്പെടുത്തി ദൈവരാജ്യത്തിന്റെ മഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ദൈവം നമ്മെ നിയോഗിച്ചിരിക്കുന്ന സമയം. കർത്താവിന്റെ വരവ് ഏറ്റവും എടുത്തിരിക്കുക. ലോക സംഭവങ്ങളെല്ലാം ആ വരവിനെ വിളിച്ചറിയിക്കുക. നമുക്കൊരു ശുശ്രൂഷയുണ്ട്. അതിനു മുമ്പ് നമുക്കൊരു ശുശ്രൂഷയുണ്ട്. നിങ്ങൾ ഒരുങ്ങുന്നുണ്ടോ? ഈ ദിവസം എനിക്കിന്ന് രാത്രി ഇത് മാത്രമേ നിങ്ങളോട് പറയാനുള്ളൂ. കർത്താവിന്റെ വരവിന് മുമ്പ് ഒരു വലിയ ഉണർവ് നമ്മെ കാത്തിരിക്കുന്നു. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങുന്നുണ്ട്. നിങ്ങൾ അതിനു വേണ്ടി ഒരുങ്ങിയാൽ ദൈവം നിങ്ങളെ ഈ ദിവസങ്ങളിൽ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുക. ദൈവങ്ങളുടെ അധികാരത്തെ വെളിപ്പെടുത്തുക, ദൈവമഹത്വത്തെ വെളിപ്പെടുത്തുവാൻ ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിച്ച് പ്രിയപ്പെട്ടു. പോരിന്റെ ആയുധങ്ങൾ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ശക്തിയുള്ളവർ. എല്ലാ നുഖങ്ങളും തകരട്ടെ, എല്ലാ അന്ധകാര പദ്ധതികളും തകരട്ടെ. ദൈവങ്ങളുടെ അധികാരം നമ്മളിലൂടെ വെളിപ്പെടട്ടെ. പിതാക്കന്മാർ മുതൽ ഇങ്ങനെ കറക്കുന്ന ആ കറക്കം ഇന്ന് രാത്രി മാറിപ്പോകട്ടെ. ദൈവങ്ങളുടെ സ്വാതന്ത്ര്യം തലമുറയുടെ മേൽ വ്യാപരിക്കട്ടെ. പിതാവേ, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കും. കുരുട്ടുകണ്ണുകൾ പ്രകാശിക്കപ്പെടട്ടെ. ബന്ധനത്തിലായിരിക്കുന്നവർ സ്വാതന്ത്ര്യം പ്രാപിക്കട്ടെ. ഇരുട്ടിലിരിക്കുന്നവർ വെളിച്ചം പ്രാപിക്കട്ടെ. ഇന്ന് രാത്രി അതിനുവേണ്ടി ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുക. ചില പെലിത്യ ശക്തികളെ കീഴടക്കി മുന്നോട്ട് യാത്ര ചെയ്ത് നിത്യതയുടെ ഓഹരിക്കാരാകുവാൻ സ്വർഗം ഞങ്ങളെ എല്ലാം സഹായിക്കാൻ പ്രാർത്ഥിക്കും. ആരുടെ കൈവപ്പിനാലും മാറാത്ത വീടിന്റെ ചരിത്രം അഭിഷക്തന്റെ കൈവപ്പിനാൽ മാറുമല്ലോ. ദൈവം ഇന്ന് രാത്രി ചിലതിൻ്റെ ചരിത്രത്തെ മാറ്റുവാൻ ഞാൻ പ്രാർത്ഥിക്കും. പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്തു യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവ് സഹായിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ചിലതിനെ കീഴടക്കി ജയത്തോടുകൂടി ഈ ജയകരമായ ക്രിസ്തു ജീവിതം ചെയ്യാൻ നമുക്ക് സമർപ്പിക്കാം. കർത്താവ് വചനങ്ങളാൽ നമ്മെ സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ദൂത് പ്രിയ ദൈവദാസൻ ഈ സൂം പ്ലാറ്റ്ഫോമിൽ കൂടി നമുക്ക് കൈമാറുവാനിടയായി. നമ്മളെ മീറ്റിംഗ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നതിന് മുമ്പായി ഒരു അഭ്യർത്ഥനയുണ്ട്. ആരും തന്നെ ഇപ്പോൾ ലീവ് ചെയ്യരുത്. നമ്മൾ ഒരുമിച്ച് ഒരു ഗാനം പാടി കൃത്യമായിട്ട് തന്നെ നമ്മൾ 7:30 ഖത്തർ സമയം 6:30 തുടങ്ങിയത്. നമ്മൾ 1.5 മണിക്കൂർ പോലും ആയില്ല. എല്ലാവരും ഈ പ്ലാറ്റ്ഫോമിൽ സ്റ്റേ ചെയ്യണം. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ആത്മീയ ദൂതാണ് പ്രിയ ദൈവദാസൻ ഇന്ന് രാത്രിയിൽ യോശുവയുടെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 1, 2, 3 വാക്യങ്ങളെ ആസ്പദമാക്കി 3 ചിന്തകൾ നമ്മളോട് പ്രാരംഭത്തിൽ പറഞ്ഞു. അതിനെ ബേസ് ചെയ്ത് പല ആത്മീയ ആശയങ്ങൾ നമ്മുടെ ഉത്തേജനത്തിന്, ആത്മീയ അഭൂർത്തിക്ക് ലഭ്യമാകുന്ന കാര്യങ്ങൾ പറഞ്ഞു. 1,
എറൈസ് എഴുന്നേൽക്കുക, 2 എൻ്റർ കടക്കുക, 3 അവകാശമാക്കുക അല്ലെങ്കിൽ ക്യാപ്ചർ. ഇതായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തിന്റെ അന്തസ്സത്ത എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്ത് വേർപാട്, വിശുദ്ധി, ആരാധന, അധികാരം, ഈ 4 കൂട്ടം കാര്യങ്ങൾ ഇസ്രായേലിൽ കൂടി ദർശിച്ച വിഷയം സംഖ്യാപുസ്തകം 23-ാം അധ്യായം 9, 21, 22 വാക്യങ്ങളിൽ നമ്മൾ കാണുവാനിടയായി. ഇന്ന് രാത്രിയിൽ ഈ ദൈവത്തിന്റെ വചനം ശക്തിയായി നമ്മുടെ ഹൃദയങ്ങളിൽ രൂപാന്തരപ്പെടട്ടെ. അത് 30, 60, 100 മേനിയായി വർദ്ധിക്കുവാനിടയാകട്ടെ. ഈ ദിവസങ്ങളിൽ ശുശ്രൂഷയിൽ വർധനമുണ്ടാകട്ടെ. ആത്മീയ ജീവിതത്തിൽ ആത്മനിയോഗത്തോട് കർത്താവെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി പരിശുദ്ധാത്മാവ് നമ്മെ ഒരുക്കിയെടുക്കട്ടെ എന്നുള്ള ആത്മാർത്ഥമായ പ്രാർത്ഥനയോടും ആശംസയോടും കൂടി എന്റെ വാക്കുകൾക്ക് ഇപ്പോൾ വിരാമം ഇടുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്ന് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനം സംസാരിച്ച പാസ്റ്റർ അനീഷ് തോമസിനോടുള്ള ഹൃദയം നിറഞ്ഞ നന്ദിയും സ്നേഹവും ഈ സമയത്ത് കൈമാറുന്നു. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. തുടർന്ന് 5 മിനിറ്റ് നമ്മൾ ഒരു ഗാനം പാടി നമ്മുടെ കർത്താവിനെ മഹത്വപ്പെടുത്തും. ഞാൻ ഇന്ന് വളരെ കൺഫ്യൂഷനിലാണ്. കാരണം ശ്രേഷ്ഠന്മാരായ, സ്നേഹിതരായ, സീനിയേഴ്സ് ആയിട്ടുള്ള അനേകം ദൈവദാസന്മാരുടെ മുഖങ്ങൾ ഞാൻ ഇതിൽ കാണുന്നു. എനിക്ക് തോന്നുന്നു ലക്കിടിപ്പിടണമെന്ന് തോന്നുന്നു. ആർക്കാണ് അവസാനം പ്രാർത്ഥിക്കാൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു സംശയം കൂടെ എൻ്റെ മുമ്പിൽ നിൽക്കുന്നു. ഏതായാലും പ്രാർത്ഥനയ്ക്കായിട്ട് ഞാൻ ആരുടെയും പേര് പറയാതെ നിയോഗമുള്ള ദൈവദാസന്മാരിൽ ആരെങ്കിലും ഒരാൾ പ്രാർത്ഥിക്കുകയും പാസ്റ്റർ ബെൻസൺ പാസ്റ്റർ ആശീർവാദം പറയുകയും ചെയ്യും. അതുകൊണ്ട് നിയോഗത്തിനായി ഒരുങ്ങുക, അൺമ്യൂട്ട് ചെയ്യുക, ഗാന ശുശ്രൂഷ കഴിയുമ്പോൾ പ്രാർത്ഥിക്കുക. കർത്താവ് സഹായിക്കട്ടെ. രാത്രികാലമോ ഇനിയേറെയില്ല, പകൽ നാളുകൾ ഏറ്റമടുത്തതിനാൽ. രാത്രികാലമോ ഇനിയേറെയില്ല, പകൽ നാളുകൾ ഏറ്റമടുത്തതിനാൽ. ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം. ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. സേവയാൻ ഞാൻ സഹിക്കുന്നതാം വൻ ക്ലേശങ്ങൾ എല്ലാം സാരമില്ലാതെ. സേവയാൻ ഞാൻ സഹിക്കുന്നതാം വൻ ക്ലേശങ്ങൾ എല്ലാം സാരമില്ല. അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ. അന്നു ഞാൻ നിൻ കയ്യിൽ നിന്നും പ്രാപിക്കും വൻ പ്രതിഫലങ്ങൾ. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. വാനിൽ കാകണം ഞാൻ കേട്ടിടുവാൻ കാലമേറെയായി ഞാൻ കാത്തിടുന്നു. വാനിൽ കാകണം ഞാൻ കേട്ടിടുവാൻ കാലമേറെയായി ഞാൻ കാത്തിടുന്നു. അന്നു ഞാൻ വിശുദ്ധരുമായി വർണ്ണിക്കും അവൻ മഹത്വം. അന്നു ഞാൻ വിശുദ്ധരുമായി വർണ്ണിക്കും അവൻ മഹത്വം. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. ശോഭയേറും തീരവരിൽ നിൻമുഖം ഞാൻ കണ്ടിടുമേ. ശോഭയേറും തീരവരിൽ നിൻമുഖം ഞാൻ കണ്ടിടുമേ. സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ
പ്രത്യാശയുമേ നീ സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ രാത്രികാലമോ ഇനിയേറെയില്ല പകൽ നാടുകൾ ഏറ്റമടുത്തതിനാൽ രാത്രികാലമോ ഇനിയേറെയില്ല പകൽ നാടുകൾ ഏറ്റമടുത്തതിനാൽ ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം ഇരുളിന്റെ പ്രവൃത്തികളെ വെടിയാം നമ്പലം ധരിക്കാം നീ സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ നീ സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ ശോഭയേറും തീരമതിൽ പിൻമുഖം ഞാൻ കണ്ടിടുമേ ശോഭയേറും തീരമതിൽ നിൻമുഖം ഞാൻ കണ്ടിടുമേ സൂര്യനായി നീ വരും വേഗത്തിൽ നാളവൻ പ്രത്യാശയുമേ. നല്ല ഗാനങ്ങൾ പാടുവാൻ പ്രിയ കൊയറിനെ ദൈവം സഹായിച്ചല്ലോ. കർത്താവ് വരുവാൻ സമയമായി. അവന്റെ വരവിന് വേണ്ടി ഭക്തിയോടും ശക്തിയോടും വേർപാടോടും വിശുദ്ധോടും കൂടി ഒരുങ്ങുവാൻ കർത്താവ് സഹായിക്കട്ടെ. തുടർന്ന് ഖത്തർ ചാപ്റ്ററിന്റെ കോർഡിനേറ്റർ ആയിരിക്കുന്ന ബ്രദർ പ്രിൻസ് ചെറിയാൻ ഒറ്റ വാക്കിൽ എല്ലാവർക്കും നന്ദി വാക്കുകൾ അറിയിക്കുന്നതായിരിക്കും. പ്രൈസ് ലോർഡ്. ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. എന്ന ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷത്തിനായി ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. കർത്താവ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ എല്ലാ കാര്യങ്ങളും നന്നായി ചെയ്തെടുക്കുവാൻ ദൈവം സഹായിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. പ്രതികാല ഈ ഖത്തർ പ്രാർത്ഥനാ ധ്വനിയുടെ ഇവിടുത്തെ മെയിൻ ചെയർമാൻ ആയിരിക്കുന്ന പാസ്റ്റർ സാം തോമസ് അവറുകളോടുള്ള നന്ദിയെ സമയത്ത് രേഖപ്പെടുത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ ലീഡ് ചെയ്യുവാൻ ദൈവം സഹായിച്ചതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അടുത്തതായിട്ട് ആമേൻ പ്രൈസ് ലോർഡ്. പ്രതികാല ഇന്നത്തെ പ്രഭാഷണങ്ങൾ ചെയ്തെടുക്കുവാൻ ആമേൻ പാസ്റ്റർ അനീഷ് തോമസ് അവറുകളോടുള്ള ഹൃദയമായിട്ടുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ദാസനെ വീണ്ടും ശക്തമായിട്ട് എടുത്ത് ഉപയോഗിക്കട്ടെ എന്ന് ആത്മാർത്ഥയോട് പ്രാർത്ഥിക്കുന്നു. ആമേൻ പ്രൈസ് ലോർഡ്. പ്രത്യേകിച്ച് ഇന്റർനാഷണൽ പ്രസിഡന്റ് ആയിരിക്കുന്ന പാസ്റ്റർ ബെൻസൺ ഡാനിയൽ അവരോടുള്ള നന്ദിയെ സമയത്ത് രേഖപ്പെടുത്തുന്നു. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകാല എല്ലാ ദൈവദാസന്മാരോടുള്ള സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ദൈവം ധാരാളമായി സഹായിക്കട്ടെ. പ്രത്യേകിച്ച് ആമേൻ ഇവിടുത്തെ ഖത്തറിലെ കൊയറിന്റെ ടീമിനായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ പ്രത്യേകാല അനുനായി, ആമേൻ പ്രൈസ് ലോർഡ് ബിബിനായി, ബിജുനായി, ആമേൻ പ്രത്യേകാല ആമേൻ പ്രൈസ് ലോർഡ് അതിന്റെ കീബോർഡ് വായിച്ച പ്രിയ ആൻഡർസൺ ജുവാനായി സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകാല ഹോസ്റ്റ് ചെയ്ത ബിനോയും കുടുംബത്തിനായി സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ അതിന്റെ സൗണ്ട് സിസ്റ്റങ്ങളൊക്കെ ചെയ്തെടുക്കുവാൻ പ്രിയ സഹോദരനെ ദൈവം ബലപ്പെടുത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു പ്രാവശ്യത്തോട് എല്ലാവർക്കായി സ്തോത്രം ചെയ്തുകൊണ്ട് എന്റെ വാക്കിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ. നന്ദി പറഞ്ഞ പ്രിയ പ്രിൻസ് ചെറിയാനോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാ കണ്ണുകളും ദൈവസന്നിധിയിൽ അടച്ച് ഇന്ന് രാത്രിയിൽ ദൈവാത്മാവ് ശക്തമായി നമ്മളോട് ഇടപെട്ടു. ആത്മീയ ചൈതന്യത്തിന്റെയും ഭക്തി സാന്ദ്രതയുടെയും നിമിഷങ്ങളാക്കി ദൈവം നമ്മെ മാറ്റി. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷണം നമ്മുടെ ഉള്ളിൽ വിത്തായി, വചനമായി, മധുരമായി, വെള്ളമായി, തേനായി, പാറയെ തകർക്കുന്ന ചുറ്റികയായി, തീയായി അത് വ്യാപരിക്കുവാനിടയാകേണ്ടതിനായി നമ്മുടെ ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഖത്തർ ചാപ്റ്ററിന്റെ പ്രവർത്തനങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ച നടക്കുവാൻ പോകുന്ന ഇന്റർനാഷണൽ കൺവെൻഷന്റെ അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവരെയും കർത്താവ് സഹായിക്കട്ടെ. ശ്രേഷ്ഠന്മാരായിരിക്കുന്ന അനവധി ദൈവദാസന്മാർ വിവിധ രാജ്യങ്ങളിൽ നിന്ന് ജോയിൻ ചെയ്തു. അവരെയെല്ലാം അനുഗ്രഹിക്കട്ടെ. കുടുംബങ്ങൾ, സഹോദരങ്ങൾ, സഹോദരിമാർ എല്ലാവരെയും ബലപ്പെടുത്തട്ടെ എന്നുള്ള ആശംസയോടുകൂടി എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ കർത്താവ് നിയോഗിക്കുന്ന പ്രകാരം ദൈവദാസന്മാർ ഒരാൾ ചുരുക്കം വാചകത്തിൽ പ്രാർത്ഥിച്ച് മീറ്റിംഗ് അവസാനിപ്പിക്കാം. ഇല്ലെങ്കിൽ ഞാൻ പേര് പറയാം. പാസ്റ്റർ MT മാത്യു ഞങ്ങളുടെ ദൈവദാസനാണ് എൻ്റെ മാതൃസഭയിലെ. അതുകൊണ്ട് അദ്ദേഹത്തിന് തന്നെ ഞാൻ കൈമാറും. അൺമ്യൂട്ട് ചെയ്യുക. പക്ഷേ അൺമ്യൂട്ട് ആയിട്ടില്ല. ഓക്കെ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല രാത്രിക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ കൃപയിൽ ആശ്രയിച്ച് കർത്താവെ
തീരുമാനിച്ച് കർത്താവെ ഇന്ന് രാത്രി പ്രകാരം അനുഗ്രഹിക്കപ്പെട്ട കർത്താവെ ചാപ്റ്റർ പ്രയറിനോടുള്ള ബന്ധത്തിൽ നടക്കപ്പെട്ട ഈ ആത്മീയ ശുശ്രൂഷയ്ക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിച്ച് ആരംഭിച്ച സമയം തൊട്ട് കർത്താവെ ഈ സമയം വരെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഈ മീറ്റിങ്ങിനോട് കൂടെ ഇരുന്നതിനാൽ ഞങ്ങൾ ദൈവത്തെ വാഴ്ത്തുന്നു. അനേകം പ്രിയപ്പെട്ടവർക്ക് ഈ മീറ്റിംഗിൽ കർത്താവെ അറ്റൻഡ് ചെയ്യുവാൻ കർത്താവ് സഹായിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ദൈവത്തിന്റെ വചനം ശുശ്രൂഷിപ്പാൻ പ്രിയ അനീഷ് തോമസിനെ കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിച്ചതിനാൽ ഞങ്ങൾ നന്ദി പറയുകയാണ്. കർത്താവെ സംബന്ധിച്ച് എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കണമേ. ഈ പ്രയർ ടീമിനെ പ്രത്യേകാൽ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും കർത്താവ് ഒന്ന് ധാരാളമായി അനുഗ്രഹിക്കണമേ എന്നങ്ങോട്ട് പ്രാർത്ഥിക്കുകയാണ്. ഈ മീറ്റിംഗ് ലീഡ് ചെയ്യുവാൻ പ്രിയ സാം തോമസ് പാസ്റ്ററേയും കർത്താവ് ബലപ്പെടുത്തി ഞങ്ങളെ ഒരുമിച്ച് ഇന്ന് രാത്രി ദൈവ സാന്നിധ്യത്തിൽ, ദൈവവചനത്തിൽ, ദൈവാത്മാവിൽ ഒന്നായി അനുഗ്രഹിച്ചതോർത്ത് ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. എല്ലാ മഹത്വവും കർത്താവിന് അർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ടുകൊണ്ട് സ്തോത്രം. ക്രിസ്തുയേശുവിൻ ധന്യതിരുനാമത്തിൽ അപേക്ഷിക്കുന്നു. പിതാവേ, കേട്ടുത്തരമരുളുമാറാകണമേ. ആമേൻ. പാസ്റ്റർ ബെൻസൺ, പാസ്റ്റർ ഇപ്പോൾ ആശീർവാദം പറയും. പിതാവായ ദൈവത്തിന് സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കരുണയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും കാവലും നമ്മുടെ പ്രാചീന സകല വിഷയങ്ങളുടെ മേലും പ്രാർത്ഥന കത്ത ചാപ്റ്റർ പ്രവർത്തനമായ സൂക്ഷിക്ക താനുடைய ദാസന്റെ മേലും എല്ലാ പ്രാർത്ഥനാ മീറ്റിംഗുകളുടെ നടക്കാൻ പോകുന്ന ഇന്റർനാഷണൽ വെർച്വൽ കൺവെൻഷന്റെ മേലും എല്ലാ വിശുദ്ധന്മാരുടെ മേലും എന്നും എന്നേക്കും ഉണ്ടാമാറാകട്ടെ. ആമേൻ. ദൈവത്തിന്റെ മഹത്വം. ലേലുയ ലേലുയ ലേലുയ. സ്തോത്രം. എം ഡി മാത്യു പാസ്റ്ററോടും ആശീർവാദം പറഞ്ഞ ഇന്റർനാഷണൽ പ്രസിഡന്റ് പാസ്റ്റർ ബെൻസൺ ദാനിയലിനോടുള്ള നന്ദി അറിയിക്കുന്നു. അവസാനം വരെയും മീറ്റിങ്ങുകൾ പങ്കെടുത്തവരുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ സ്നേഹിതനും ഞങ്ങൾ ഒരു മാതൃസഭയിലും ഞങ്ങളുടെ റീജിയന്റെ അസോസിയേറ്റ് മിനിസ്റ്ററുമായിരിക്കുന്ന പാസ്റ്റർ ഫിന്നി വർഗീസ് അമേരിക്കയിൽ നിന്നുണ്ട്. പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. ജോലിയിലൂടെയാണെന്നറിയാം, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കാൻ പറയാഞ്ഞത്. ഇരിപ്പൊക്കെ കണ്ടപ്പോൾ മനസ്സിലായി. കർത്താവ് സഹായിക്കട്ടെ. വളരെ നന്ദിയുണ്ട്. ദൈവം അനുഗ്രഹിക്കട്ടെ. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എൻ്റെ മാതൃസഭ മെഴുവേലി ഷാരോണിലെ പാസ്റ്റർ എം ടി മാത്യു കുടുംബം അവരെ ഇന്നത്തെ മീറ്റിംഗിൽ പങ്കെടുത്തിട്ടുണ്ട്. പ്രാർത്ഥിക്കുവാനിടയായല്ലോ. ബെൻസൺ പാസ്റ്റർ, റെജി ജോൺ അടൂർ, സുരേന്ദ്രൻ പാസ്റ്റർ പ്രാർത്ഥിച്ചു തുടങ്ങുവാനിടയായി. ഞങ്ങളുടെ അനുഗ്രഹിക്കപ്പെട്ട കൊയർ, ആമേൻ, കർത്താവ് സഹായിക്കട്ടെ. പ്രിൻസ് ചെറിയാൻ, പ്രിയ ഞങ്ങൾ വളരെ സ്നേഹിച്ചു വിളിക്കുന്ന സജീവ് ബ്രദർ, അതായത് തോമസ് കുര്യൻ, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഖത്തർ ചാപ്റ്ററിലുള്ള കൗൺസിൽ മെമ്പേഴ്സ്, അവരെല്ലാം ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം. കർത്താവ് സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. അനീഷ് പാസ്റ്ററിന് ഒരു പ്രാവശ്യം കൂടെ നന്ദി അറിയിക്കുന്നു. തിരികെങ്കിൽ വീണ്ടും ഡിസംബറിൽ കടന്നു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കർത്താവ് സഹായിക്കുമാറാകട്ടെ. കരങ്ങളെ ഉയർത്തി സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ഗോഡ് ബ്ലെസ് യു. ഗുഡ് നൈറ്റ്. ബൈ.